അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ഇജ്അൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ, നമ്മൾ 21ാമത്തെ ആയത്താണ് കംപ്ലീറ്റ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് 22ലേക്ക് മൂവ് ചെയ്യാൻ. ബക്കറയിലുള്ള എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് സംരക്ഷണത്തിനും സഹായത്തിനും വേണ്ടിയിട്ട് തേടാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം കഴിഞ്ഞ ആയത്തിൽ, അതായത് അതിന് മുമ്പ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയിലേക്ക് കടന്നല്ലേ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞ ആദ്യത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായിട്ടുള്ള അല്ലേ, അള്ളാഹു മാത്രമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അവനെ, നിങ്ങളുടെ നാഥനെ, റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങൾ എന്താണ് അങ്ങനെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? ഒരു പക്ഷെ നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. തഖ്വ ഉണ്ടായി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ ഖുർആനിൽ നിന്നുള്ള ഹിദായത്ത് ലഭിക്കുകയുള്ളൂ അല്ലെ. നമുക്ക് പ്രയോജനമുള്ള കാര്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്തുകൊണ്ടാണ് ആരാധിക്കേണ്ടതെന്നും പറയുന്നുണ്ട് അല്ലെ. അള്ളാഹുവാണ് നമ്മളെയും ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, അതുകൊണ്ടാണ് ആരാധിക്കേണ്ടത്. തുടർന്ന് അടുത്ത ആയത്തിൽ അള്ളാഹു കൂടുതൽ കാരണങ്ങൾ പറയാണ് എന്തുകൊണ്ടാണ് റബ്ബ് നമ്മളോട് ആരാധിക്കാൻ പറഞ്ഞത് എന്നുള്ളതിന്. അപ്പൊ അടുത്ത ആയത്തെന്ന് പറയുന്നത്, ഇൻഷാ അല്ലാഹ് നമുക്ക് അതായിട്ട് കണ്ടിന്യൂ ചെയ്യാം. 22ാമത്തെ ആയത്ത്, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅ فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അള്ളാഹു പറയാണ്, അതായത് കണ്ടിന്യൂഷൻ ആണ്. യാതൊരുവൻ എന്താക്കി? നിങ്ങൾക്ക് ഭൂമിയെ ഒരു മെത്തയാക്കി തന്നു, ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി തന്നു അല്ലെ. എന്നിട്ട് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള കായ്ക്കനികൾ, ഫലങ്ങൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തു. എന്നിട്ട് അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് റിസ്ഖായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ നാഥന്, നിങ്ങളുടെ റബ്ബിന് സമന്മാരെ ഉണ്ടാക്കരുത്, പാർട്ട്നേഴ്സിനെ ഉണ്ടാക്കരുത് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വാക്കർത്ഥങ്ങളിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അല്ലദീ ജഅല, അല്ലദീ യാതൊരുവൻ, ജഅല ഉണ്ടാക്കി, ജഅല, ഖലഖ എല്ലാം ഒരേ ഫോർമാറ്റ് ആണ്. അവൻ ഉണ്ടാക്കി, അവൻ സൃഷ്ടിച്ചു. ഫഅല, ഫഅല ഫോർമാറ്റിലുള്ള വാക്കുകൾ വരുമ്പം അതിന്റെ അർത്ഥം അവൻ എന്തോ ചെയ്തു, എന്തോ ഒരു കാര്യം ചെയ്തു എന്നാണ്. കതബ, അവൻ എഴുതി. ജലസ, അവൻ ഇരുന്നു. അതേപോലെ ജഅല, അവൻ ഉണ്ടാക്കി, ആക്കി എന്നാണ് അർത്ഥം. ജീമ ഐന് ലാമ. ലക്കും, നിങ്ങൾക്ക്. നമുക്കറിയാം ല എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒന്നിനു വേണ്ടിയിട്ട്, ഫോർ എന്നുള്ള അർത്ഥം. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലെ. ലില്ലാഹി അവിടെ ആർക്കാണ്? റബ്ബിന് വേണ്ടി. സാധാരണഗതിയിൽ ലീ എന്നാണ് ആ ഒരു ലാമ് ലീ ആയിട്ടാണ് യൂസ് ചെയ്യുക. ലില്ലാഹി, ലിൽ ആഖിറത്തി, ലിദ്ദുനിയ, ദുനിയാവിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി എന്നൊക്കെ. പക്ഷെ ഈ ലാമിന് ശേഷം എന്തെങ്കിലും ഒരു പ്രൊനൗൺ ആയിട്ട് വരാണ്, ഒരു സർവനാമം വരാണ്, നീ, അവൻ, അവൾ എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ലിഹു, ലിഹ എന്നൊന്നും പറയില്ല. പകരം അതെന്താവും? ലഹു, ലഹ, ലഖ, ലക്കും എന്നാണ് വരിക. അത് അതായത് ഫത്ഹയായിട്ട് മാറും. ഓക്കെ. ഇനി വേറെ വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, വേറെ ഇസ്മുകളാണ്, വേറെ നൗൺസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ലില്ലാഹി, ലിൽ ആഖിറത്തി, ലിദ്ദുനിയ എന്നൊക്കെയുള്ള ഫോർമാറ്റിൽ വരും. അപ്പൊ ലക്കും എന്നാൽ നിങ്ങൾക്ക് വേണ്ടി. അൽ അർദ, അർദ ഭൂമിയെ, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള വാക്കാണ് അല്ലെ. ഫിറോഷൻ, ഫിറോഷൻ എന്ന് പറഞ്ഞാല് ഫറോഷീൻ, ഒരു മെത്തയായിട്ട്, ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട്, വിരിപ്പായിട്ട് എന്നൊക്കെ പറയാം. വസ്സമാ, ആകാശത്തെ. ഓക്കെ. സീന്, മീമ്, വാവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. സമാന്റെ അർത്ഥം കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അർദിന്റെ, ഭൂമിയുടെ ഓപ്പോസിറ്റുമാണ്. ബിനാഅൻ, ബിനാഅൻ, ബ നൂൻ യ. ബിന എന്ന് വെച്ചാല് കാനപ്പി, അതായത് ഒരു മേൽക്കെട്ടി,
അപ്പൊ നമുക്കൊരു നമ്മളെ എന്തെങ്കിലും ഇരിക്കുമ്പം നമ്മുടെ മേലെ നമ്മളുടെ സീലിങ്ങിൽ നമ്മളെ ടോപ്പിനെ കവർ ചെയ്തുകൊണ്ടുള്ള എന്തോ ഒന്ന് അതിനാണ് ബിനാഅൻ എന്ന് പറയുന്നത്. ഇവിടെ ബിനാഅൻ എന്നുള്ള വാക്കിൽ നമുക്ക് തൻവീന് കാണാം അല്ലെ, 2 ഫത്ഹത്തൈൻ കാണാം. ഓക്കെ, നമ്മൾ സാധാരണ പല വാക്കുകളിലും ഫത്ഹത്തൈൻ, ലമ്മത്തൈൻ, കസ്റത്തൈൻ ഒക്കെ കാണലുണ്ട്. അപ്പൊ അൻ, ഇൻ, ഉൻ എന്നൊക്കെ പറയുന്നത് അല്ലെ. അങ്ങനെ വരികയാണെങ്കിൽ ആ വാക്ക് എന്തായിരിക്കും? ഒരു നാമമായിരിക്കും, ഒരു ഇസ്മായിരിക്കും. ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ ഒക്കെ പേര് വരുമ്പോഴാണ് ആ തൻവീന് വരുന്നത്. ഓക്കെ, ആ തൻവീൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ എ എന്ന് പറയും, മലയാളത്തിൽ ഒന്ന്, ഒരു എന്ന് ഉള്ള അർത്ഥം. ഇതേപോലെ വരുന്ന വേറൊരു പ്രയോഗമാണ് തൻവീൻ അല്ലെങ്കിൽ ആ ഒരു വാക്കിന് മുമ്പ് അൽ ഉണ്ടാവും. ഓക്കെ, അന്നാസ്, അൽഹംദ്, അസ്സമാ. ഓക്കെ, അതും അങ്ങനെ വരുമ്പോഴും അതിന്റെ കൂടെ വരുന്ന വാക്ക് അൽ വരുമ്പോ അല്ലെങ്കിൽ തൻവീൻ വരുമ്പോ അതിനോട് ചേർന്ന് വരുന്ന വാക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇസ്മ ആയിരിക്കും. ഓക്കെ, അത് ഒരു സ്ഥലത്തിന്റെ പേരോ സാധനത്തിന്റെ പേരോ ആളുടെ പേരോ ഒക്കെ ആയിരിക്കും. പക്ഷെ അൽ വരുമ്പം തൻവീൻ ഉണ്ടാവാൻ പാടില്ല. തൻവീൻ വന്നു കഴിഞ്ഞാൽ അൽ വരാൻ പാടില്ല. അത് രണ്ടും കൂടെ ഒന്നിച്ച് വരൂല. ഓക്കെ, അപ്പം അൽ ആദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്, ഇത്, അതായത് ഇംഗ്ലീഷിൽ ദ എന്ന് പറയും. ഓക്കെ, അസമാ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ദ സ്കൈ എന്നാണ് വരിക. ഓക്കെ, എ ആണെങ്കിൽ അല്ലെങ്കിൽ തൻവീൻ ആണെങ്കിൽ ബിനാ അൻ എന്ന് പറഞ്ഞാൽ ഒരു മേൽക്കട്ടി, ഒരു എടുപ്പ്. ഓക്കെ, അത് ഒന്ന്, ഏതോ ഒന്ന് എന്നുള്ള അർത്ഥമാണ്. മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക. അല്ലാത്തത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വാക്കർത്ഥങ്ങളും അതിന്റെ ചെറിയ ചെറിയ ഗ്രാമാറ്റിക് ഡീറ്റെയിൽസും പറ്റുന്നവർക്ക് എടുത്താൽ മതി, അല്ലാത്തവർ തഫ്സീർ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. വ അൻസല, നൂന് സായ് ലാം, അവൻ ഇറക്കി തരികയും ചെയ്തു. നസല ഇറക്കുക, അൻസല ഇറക്കി തന്നു. മിനസ്സമായി, മിൻ നിന്ന്, അസ്സമാ ദ സ്കൈ ആകാശം. അപ്പം ആകാശത്ത് നിന്ന്, സെയിം റൂട്ട്, സീൻമയും വാവ്. മാ അൻ, മാ അൻ വെള്ളം, മീം വാവ് ഹ. ഫ അഖ്റജ, ഫ എന്നിട്ട് അല്ലെങ്കിൽ ശേഷം, അതുകൊണ്ട് എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഫ അഖ്റജ എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്നു, അവൻ ഉണ്ടാക്കി, അതായത് ഏതെങ്കിലും ഒന്നിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് അഖ്റജ എന്ന് പറയുന്നത്. ഹ റ ജീമ. ബിഹി അതുകൊണ്ട്, അതിൽ നിന്ന്, എന്താണ് ഇവിടെ? വെള്ളം. ഓക്കെ, വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളം കൊണ്ട്. മിനസ്സമറാത്തി, എന്ത്? സമറാത്ത് ഫലങ്ങൾ, ഫ്രൂട്ട്സ്. സ മീം റ, ഇത് പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പം ഫലങ്ങളിൽ നിന്ന്. മിക്കവാറും ഫലങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഫ്രൂട്ട്സ് മാത്രം ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, നമ്മൾ മണ്ണിൽ നിന്ന് വരുന്ന ഏതൊരു ഭക്ഷ്യ യോഗ്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഏതൊരു വസ്തുക്കളെയും സമറാത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം സമറാത്തിന്റെ അവസാനം അലിഫ് താ ഉണ്ട് അല്ലെ. നമ്മൾ പറയുന്ന സ്ത്രീലിംഗ വാക്കുകൾക്ക് ഒരു പ്ലൂറൽ ആക്കുന്ന ഫോമാറ്റ് ആണ് അലിഫ് താ. മുഅ്മിനാത്ത്, ബുലുമാത്ത്, മുസ്ലിമാത്ത് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ സമറ എന്നുള്ള വാക്കിന്റെ പ്ലൂറൽ ആണ് സമറാത്ത്. റിസ്ഖൻ, റിസ്ഖ് എന്ന് പറഞ്ഞാല് പ്രൊവിഷൻ, ഭക്ഷണം. ഓക്കെ, റിസ്ഖായിട്ട് റാസായി ഖാഫ്. ലക്കും, വീണ്ടും നിങ്ങൾക്ക്. ഇവിടെ കും 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 എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും, ഏതെങ്കിലും ഒരാൾക്ക് ലക്ക എന്നല്ല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും. മനുഷ്യന്മാരെ അഡ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ ഓൾറെഡി, യാ യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇതൊക്കെ. അപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കുമായിട്ട്. ഫല തജഅലു, ഫല അതുകൊണ്ട്, ലാ നോ അല്ലെ. ഫ അതുകൊണ്ട്, ലാ നോ നിങ്ങൾ ചെയ്യരുത്. എന്ത്? തജഅലു നിങ്ങൾ ആക്കരുത്, ഉണ്ടാക്കരുത്. എന്ത്? അത് കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. ഇവിടെ തജഅലു എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആണ്, കൽപ്പനയാണ്. തൊട്ട് മുമ്പ് നമ്മൾ ഒരു കൽപ്പന കണ്ട്, ഉഅ്ബുദു അല്ലെ. ഉഅ്ബുദു നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞ ഒരു കൽപ്പന ഉണ്ട്. ഇവിടെ തജഅലു, ഇതും ഒരു സ്ട്രോങ് കമാൻഡ് ആണ്. ലാ എന്ന് പറയുന്നത് അരുത് എന്ന് പറയുന്ന പോലെ തജഅലു. ഇവിടെ തജഅലുവിന്റെ അവസാനത്തിൽ വാവ് ഉള്ളത് കൊണ്ടാണ് അത് നിങ്ങൾ എല്ലാവരും എന്നുള്ള അർത്ഥം വരുന്നത്. ലില്ലാഹി അല്ലാഹുവിന്, അൻദാദൻ സമന്മാരെ, ഈക്വൽസിനെ. ഓക്കെ, ഇവിടെ നൂന് ദാല് ദാല്.
വ അൻതും നിങ്ങൾ ആയിരിക്കെ. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആയിരിക്കെ എന്നുള്ള അർത്ഥമാണ്. നമുക്കറിയാം വ എന്നുള്ള വാക്കിനെ നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞിട്ട് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. വാവിന് ഓരോ സിറ്റുവേഷനിലും ഓരോ മീനിങ്ങൾ, പല അർത്ഥത്തിലുള്ള യൂസ് ചെയ്യാറുണ്ട് വാവുകളെ. ചിലതിന് വാവ് അത്ഫ് എന്ന് പറയും, അതായത് കൂട്ടി യോജിപ്പിക്കുക, നമ്മൾ ആൻഡ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ. ഇവിടെ വാവ് ഖാലിയ. ഓക്കെ, അങ്ങനെ ആയിരിക്കെ, ആ ഒരു വൈൽ എന്നുള്ള അർത്ഥം, ആ ഒരു സിറ്റുവേഷനിൽ എന്നല്ലെങ്കിൽ ആ അപ്പോൾ എന്ന് പറയുന്ന അർത്ഥം. പിന്നെ വാവ് സബബിയ വരും, കാരണം, ഇന്നത് കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. വാവ് ഖസമിയ വരും, അതായത് നമ്മള് അമ്മ ജുസിലുള്ള കുറെ സൂറത്തുകളിൽ കാണാം അല്ലെ, വാ വെച്ചിട്ട് തുടങ്ങുന്നത്. അള്ളാഹു വശംസി വദുഹാഹ, അതിന് വാവ് ഖസമിയ, അതായത് അതിനെ വെച്ച് അള്ളാഹു ശപഥം ചെയ്യാണ്. അങ്ങനെ വാവിന് പല അർത്ഥങ്ങളും വരാം. ആൻഡ് വരാം, വാവ് അത്ഫ്, ഇവിടെ അങ്ങനെ ആയിരിക്കെ വൈൽ എന്ന അർത്ഥം വരുന്ന പോലെ ഖാലിയ, വാവ് ഖാലിയ, വാവ് സബബിയ കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാവ് ഖസമിയ. അതൊന്നും പഠിച്ചൊന്നും വെക്കണ്ട, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അറിയുന്നവര്, മനസ്സിലാക്കാൻ പറ്റുന്നവർ എടുക്കുക. അപ്പൊ നിങ്ങളായിരിക്കെ എന്ത്, തഅലമൂൻ അറിയുന്നവര്, ഐൻ ലാം മീം ഇൽമ അല്ലെ. തഅലമൂൻ, താ ആദ്യം ഉള്ളത് കൊണ്ട് നീ, വാവുനൂൻ അവസാനമുള്ളത് കൊണ്ട് അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കെ നിങ്ങൾ ഇത് ചെയ്യരുത്, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത്. എന്ത്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ, അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ കൽപ്പിക്കരുത്. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള കൽപ്പനയാണ്. അപ്പം നമ്മൾ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യമാണ് പറഞ്ഞു വെച്ചത് അല്ലെ. അപ്പൊ ആരാധിക്കുന്നതിന് കൂടുതൽ റീസൺസ് അള്ളാഹു ഇവിടെ പറയാണ്. കൂടുതൽ കാരണങ്ങളുണ്ട് അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കാൻ വേണ്ടിയിട്ട് പറയാൻ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞങ്ങ് പോവായിരുന്നു അല്ലെ. എന്റെ കൽപ്പനയാണ്, നിങ്ങൾ അത് ചെയ്തോളണം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയും ഒരു സ്ഥലത്തും നമ്മളുടെ എന്താ ചിന്തിപ്പിച്ചുകൊണ്ട് അല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി തരാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇന്നത് പറയുമ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്നത് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അത് ഇന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു കാര്യവും ഏതൊരു മനുഷ്യന്റെ അടുത്തും ഒരാള്, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ല, മനുഷ്യന്മാരാരെങ്കിലും നീ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമുക്കത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കൊരു എളുപ്പം ഉണ്ടാകും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് നീ കൽപ്പിച്ചിട്ട്, അള്ളാഹ് 10 കൽപ്പനകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൽപ്പന തന്നങ്ങ് പോവായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഓരോന്ന് ചെയ്യാൻ പറയുമ്പോഴും അള്ളാഹ് എന്തുകൊണ്ടെന്ന് പറയും. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ചെയ്യാൻ പറയുന്നതെന്ന് പറയും. അതിന്റെ കൂടെ നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാവുന്ന പ്രയോജനവും പറയും. അള്ളാഹു തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ എന്താകും, തഖ്വയുള്ളവരായേക്കാം. അതിന്റെ കുറെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്താ, ഹുദല്ലിൽ മുത്തഖീൻ, ഈ ഗ്രന്ഥം മുത്തഖീങ്ങൾക്കുള്ളതാണ്. അതിന്റെ തൊട്ട് മുമ്പേ നമ്മളെ റബ്ബിന്റെ അടുത്ത് ഹിദായത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോമാറ്റിലാണ് പോണേ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലദീ, യാതൊരുവൻ, ജഅല ലക്കും, എന്താണ്, ആര് ഉണ്ടാക്കിയോ, നിങ്ങളെ ആര് ഉണ്ടാക്കിയോ, നിന്റെ സൃഷ്ടാവ് അല്ലെ. നിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അവനാണ് എന്ത്, നിന്റെ ആരാധനയ്ക്ക് അർഹൻ, ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ അല്ലെ. ജഅല എന്ന് പറഞ്ഞാല് ഉണ്ടാക്കി, റൂട്ട് ജീം ഐൻ ലാം. ജഅൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഖൽഖിൽ നിന്ന് വ്യത്യസ്തമാണ് ജഅൽ. ഓക്കെ, ഖൽഖ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് പറയുമ്പോൾ സൃഷ്ടിക്കുക എന്ന് പറയും, ഇത് ഉണ്ടാക്കുക എന്ന് പറയും. ചെറിയ വ്യത്യാസം അത് തമ്മിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു എന്താ ഉണ്ടാക്കിയത്, ജഅല ലക്കുമുൽ അർദ, ഭൂമിയെ അല്ലെ. എങ്ങനെയാണ് ഭൂമിയെ ഉണ്ടാക്കിയത്, ഫിറാഷൻ. എന്താണ് ഈ ഫിറാഷ്? ഫിറാഷ് എന്ന് പറയുന്നത് ഫറോഷീൻ, അതാണ് ഫിറാഷിന്റെ റൂട്ട്. ഫറഷ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിനെ ലെവൽ ചെയ്യുക. ഓക്കെ, അതിനെ ഇങ്ങനെ അടിച്ച് നിരത്തി സമമാക്കി ഒരു വഴി പോലെ ആക്കുക, അല്ലെങ്കിൽ സ്മൂത്ത് ആക്കുക. അതായത് നമ്മൾ ആ എന്തെങ്കിലും ഒരു കാര്യത്തിന് ലെവൽ ചെയ്തുകൊണ്ട്, അതായത് ഏറ്റക്കുറച്ചിലും എന്താണ് കല്ലും മുള്ളും ഒക്കെ ഉള്ളതിനൊക്കെ ഒന്ന് സമമാക്കി ലെവലാക്കി സ്മൂത്ത് ആക്കുന്നതിനാണ് എന്ത്, ഫറഷ എന്നുള്ള വാക്ക് പറയുന്നത്. ഓക്കെ, ഇപ്പം കുറെ കല്ലും മുള്ളും കുന്നും ഒക്കെ ഉള്ള ഒരു വഴികള്, അങ്ങനെയുള്ള വഴിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് കല്ലുകളൊക്കെ പെറുക്കി അതൊന്ന് മിനുക്കി വൃത്തിയാക്കി സ്മൂത്ത് ആക്കും അല്ലെ. എന്നിട്ട് അതിൽ ലെവലാക്കിയിട്ട് അതുവഴി ഒരു വഴിയാക്കും.
അങ്ങനെ അതാണ് ഫിറാഷ്. ഫറഷിൽ നിന്ന് വരുന്നതാണ് ഫിറാഷ്. അങ്ങനെ വഴിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിരപ്പാക്കിയിട്ടുള്ള സ്മൂത്ത് ആക്കിയിട്ടുള്ള, അതായത് നമ്മളൊരു ബെഡ് അല്ലെങ്കിൽ ഒരു കിടക്ക, ഒരു വിരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, സ്മൂത്ത് ആണ് അല്ലെ. അതിന്റെ മുകളിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിരപ്പാക്കി ലെവലാക്കി. അത് ഹാർഡല്ല, അത് ഏറ്റക്കുത്തലും ഇതും ഒക്കെയുള്ള ഇതല്ല. ഓക്കെ, അപ്പം അതാണ് ഫിറാഷ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഭൂമിയെ എന്താക്കി തന്നിട്ടുണ്ട്? ഫിറാഷ് ആക്കി തന്നിട്ടുണ്ട്. നമുക്ക് ഭൂമിയെ ഒരു കിടക്കയാക്കി തന്നിട്ടുണ്ട്. അതായത് ഭൂമി എന്താണ് അതുകൊണ്ട് അർത്ഥമാകുന്നത്? ഭൂമിനെ കംഫർട്ടബിൾ ആക്കിയിട്ട്, വളരെ സൗകര്യപ്രദമാക്കിയിട്ട്, ജീവിക്കാൻ ഉതകുന്ന, ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്മൂത്ത് ആക്കിയിട്ട്, ഏറ്റവും എളുപ്പമുള്ളതാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുണ്ട്. സമാധാനത്തോടു കൂടി എളുപ്പത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയെ നമുക്ക് ആക്കി തന്നിട്ടുണ്ട്. ആലോചിച്ചൊക്കെ, ഭൂമിയിൽ എല്ലാ ഭാഗത്തും മലയും കുന്നും കുഴിയും പാറയും ഒക്കെ ആണെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ ജീവിക്കാൻ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ജീവിക്കാൻ വേണ്ടിയിട്ട് സമതലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, സ്മൂത്ത് ആയിട്ടുള്ള ലെവൽ ചെയ്തിട്ടുള്ള ഭൂമികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈ പറഞ്ഞ മലകളും കുന്നുകളും ഒക്കെ അതും തന്നിട്ടുണ്ട്. ഇത് ഭൂമി ഇതുപോലെ പ്രതലമല്ലാന്നുണ്ടെങ്കിൽ, ഫുൾ കയറ്റവും മലയും കുന്നും പാറയും മാത്രമാണ് ഭൂമിയെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, നല്ല മണ്ണ് തന്നിട്ടുണ്ട് അല്ലേ. അത് മണ്ണ് നമുക്ക് വെറുതെ നമ്മുടെ വെയർ ഫുട്ട് കൊണ്ട് ചെരുപ്പിടാതെ നടക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു മണ്ണ് തന്നിട്ടുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴി കൂടെ, കാട്ടിൽ കൂടെ നമുക്ക് ചെരുപ്പിടാതെ നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്കൊരു ബെഡ് പോലെ, മെത്ത പോലെ സമാധാനമായിട്ട് ജീവിക്കാൻ, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഭൂമിയെ എന്താക്കി തന്നിട്ടുണ്ട്? ഫിറാഷൻ. അതിന്റെ ഒക്കെ പുറമെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മൂവ് ചെയ്യുന്ന ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് അല്ലെ. ബസ്സിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് വായിക്കാനൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തലകറക്കവും ക്ഷീണവും ഛർദിയും ഒക്കെ വരും. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഛർദി വരും അല്ലെ. പലതരത്തിലുള്ള നോഷ്യസ് ഫീലിംഗ്, എന്തൊക്കെയോ അസ്വസ്ഥതകൾ വരും അല്ലെ. കാരണം അതൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാ. എന്നാൽ നമ്മുടെ ഭൂമിയും സ്ഥിരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അല്ലെ. ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു പ്രയാസവും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നില്ല. അതിന്റെ മൂവ്മെന്റ് പോലും നമ്മളെ അറിയിക്കുന്നില്ല. നമ്മളെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സെറ്റപ്പിലും എന്തൊക്കെ നമ്മൾക്ക് അറിയണോ അത് അറിയിച്ചും, എന്തൊക്കെ നമ്മളിൽ നിന്ന് മറക്കണോ അത് മറച്ചും സുന്ദരമായിട്ട് ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ എന്താണ് ഇമ്പോസിബിൾ ആക്കിയിട്ടല്ല അള്ളാഹു ജീവിക്കാൻ വേണ്ടി ഇമ്പോസിബിൾ ആക്കിയിട്ടല്ല അള്ളാഹു ഭൂമിയെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. മാത്രമല്ല, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഇന്ന് നമുക്ക് അറിയാവുന്നതിൽ ഭൂമി മാത്രമേ ഉള്ളൂ. പലയിടത്തും പല ഗവേഷണങ്ങളും നടത്തി നോക്കിയെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്താണ്? ഭൂമി മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹു നമുക്ക് എന്താക്കി തന്നിട്ടുണ്ട്? അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷൻ. നമുക്ക് ആ ഭൂമിയല്ലേ നമുക്ക് ജീവിക്കാൻ ഉണ്ടാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് അല്ലേ നമ്മൾ ഇത് ലെവലാക്കി തന്നിട്ടുണ്ടെന്നും ഇത് കറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല എന്നും ഒന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല അല്ലെ. ഇതിപ്പോ ഒരു അള്ളാന്റെ ഒരു ഡ്യൂട്ടി അള്ള ചെയ്ത പോലെയാണ് നമുക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു ഓരോന്നും പറഞ്ഞു തരാണ്. ഞാൻ നിങ്ങളെ വെറുതെ ഒന്നും അല്ല നിങ്ങളുടെ അടുത്ത് ആരാധിക്കാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ട്? ഭൂമിയെ ഫിറാഷാക്കി തന്നിട്ടുണ്ട്. അതില്ലെങ്കിൽ അറിയായിരുന്നു അല്ലെ. ചിന്തിക്കുന്നവനെ അത് ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കുള്ളൂ. അല്ലാത്തവനാ അത് അള്ളാന്റെ ഡ്യൂട്ടി ചെയ്തു, വേണമെങ്കിൽ വേണമെങ്കിൽ മൈൻഡ് ചെയ്യാം എന്നുള്ള ഒരു മട്ടാവും അല്ലെ. അസ്തഗ്ഫിറുല്ലാഹ്. അടുത്തത് വസ്സമാ, ആകാശത്തെ അല്ലെ. ആകാശത്തെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ആക്കിയത്? ബിനാഅൻ, ഒരു എന്താണ് മേൽക്കൂരയാക്കി. ബിനാഅൻ എന്ന് പറയുന്നത് റൂട്ട് ലെറ്റേഴ്സ് ബ നൂൻ യ. ഓക്കെ, ബ നൂൻ യ ആണ് ബിനാഅൻ. ബിനാ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കൂലേ, കൺസ്ട്രക്ട് ചെയ്യൂലേ ബിൽഡിങ്, അതിനാണ് ബിനാ. ബ നൂൻ യ എന്നുള്ളതിൽ നിന്ന് വരുന്ന ബിനാ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും കെട്ടിപ്പൊക്കി ഉണ്ടാക്കുക എന്നുള്ള പോലെ, ബിൽഡ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ബിനാ. അപ്പം ഒരു ബിൽഡിംഗ് മുഴുവൻ ഉണ്ടാക്കുന്നതിന് നമുക്ക് ബിനാ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഒരു പാർട്ട് നമ്മളൊരു ഒരു വീട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഉണ്ടാക്കുന്നതും ബിനാ ആണ്. അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, അതിന്റെ തറ അല്ലെങ്കിൽ അതിന്റെ മതിൽ അല്ലെങ്കിൽ അതിന്റെ സീലിംഗ്, അതൊക്കെ എന്താണ്? ബിനാ ആണ്, ഉണ്ടാക്കലാണ്, കൺസ്ട്രക്ട് ചെയ്യലാണ്. അതെ. അപ്പം സീലിംഗ്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സീലിംഗും എന്താക്കണം? കൺസ്ട്രക്ട് ചെയ്യണം അല്ലെ.
അത് ബിൽഡിങ്ങിന്റെ ഒരു ഭാഗമാണ്. അതും കൺസ്ട്രക്റ്റഡ് ആണ്, അത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ബിനാഅൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ്, ആകാശത്തെ അതേപോലെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മളിലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ ഒരു സീലിംഗ് അല്ലെ, വാർപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് ചടങ്ങാണെന്ന് അല്ലെ, വാർപ്പ് ഉണ്ടാക്കാന്നുള്ളത്. അതൊരു കുഞ്ഞി കുഞ്ഞി ഒരു 1000, 2000, 3000, ഇനി വേണമെങ്കിൽ 10,000 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള കാര്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത് എത്രത്തോളം ശ്രദ്ധയോടുകൂടി ചെയ്യണം അല്ലെ, അത് വീണു പോവാതിരിക്കാൻ. എന്നാൽ വീണു പോയ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ആകാശത്തിനെ നമ്മളുടെ മേലെ ഒരു സീലിംഗ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്താണ് ഈ സീലിംഗിന്റെ ഡ്യൂട്ടി? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. എന്തിൽ നിന്നാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതിതീവ്രമായിട്ടുള്ള ചൂടിൽ നിന്ന്, മഴയിൽ നിന്ന്, കാറ്റിൽ നിന്ന്, എന്തും നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ ഉള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട പണികൾ എന്തും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഉപദ്രവം ഉണ്ടാവുന്നതിൽ നിന്ന് ആകാശം നമ്മളെ സീലിംഗ് ആയിട്ട് നിന്ന് സംരക്ഷിക്കുകയാണ് അല്ലേ. എന്തൊക്കെയാണ് ശരിക്കും ആകാശം സംരക്ഷിക്കുന്നത്? സ്പേസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അതൊക്കെ ഭൂമിയിലേക്ക് ഉപദ്രവകരമായിട്ടുള്ള എന്തൊക്കെയോ ഭൂമിയിലേക്ക് പതിക്കുന്നത്. നമുക്ക് ഓസോൺ പാളിയുടെ കാര്യമൊക്കെ അറിയാം അല്ലെ. പല റേസ് ഉണ്ട്, അൾട്രാ വയലറ്റ് പോലെയുള്ള പല റേസ്. അതൊക്കെ ഭൂമിയിലേക്ക് പതിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. ഉൽക്കകള് അല്ലെ, ഉൽക്കകൾ പോകുന്ന കാര്യം അറിയാം. അതിനൊക്കെ സുന്ദരമായിട്ട് ഭൂമിയിൽ വീഴാറുണ്ട് ഉൽക്കകൾ അല്ലെ. അപ്പം ഈ ഒരു ആകാശം എന്ന് പറയുന്ന ഒരു സീലിംഗ് അള്ളാഹു സുബ്ഹാനഹു തആല കെട്ടി ഉണ്ടാക്കിയത് കൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും നമുക്ക് സംരക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ തീർന്നു പോവായിരുന്നു, നമ്മൾ ഫിനിഷ് ആവുമായിരുന്നു. നമുക്ക് ഇവിടെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ജീവിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആരാധിക്കാനുള്ള എളുപ്പം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അള്ളാഹു താഴെ കാലിന്റെ അടിയിൽ ഭൂമിനെ സ്മൂത്ത് ആക്കുകയും ചെയ്തു, മുകളിൽ ഒരു നല്ല സീലിംഗ് അള്ളാഹു കൺസ്ട്രക്ട് ചെയ്ത് ബിനാ ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്തു അല്ലെ, നമുക്കൊരു സീലിംഗ് ആയിട്ട്. ബിനാ എന്നുള്ള വാക്കില് ആകാശം വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കി എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, നമ്മളൊരു വാർപ്പ് ചെയ്യുമ്പം അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യാന്നുള്ളത് അല്ലെ. കമ്പി, മെറ്റലും നമുക്കറിയാം. അത് സ്ട്രോങ് അല്ലെങ്കിൽ അത് വീണു പോവും. അത് കാറ്റോ മഴയോ ഒക്കെ വരുമ്പോൾ സീലിംഗ് വീണ് കഴിഞ്ഞാൽ തീർന്നല്ലേ. അപ്പൊ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വാർപ്പ് എന്ന് പറയുന്നത്. അത് നനച്ച് അതിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു സീലിംഗ് ശരിക്കും സ്ട്രോങ് അല്ലെങ്കിൽ അത് വെറുതെ ഒരു തുണി കൊണ്ട് കെട്ടിയ പന്തൽ പോലെ ആണെങ്കിലോ അല്ലെ. നമ്മൾ പണ്ടൊക്കെ കല്യാണത്തിന് തുണിപ്പന്തൽ ഇടുമായിരുന്നു. ഒരു നല്ല കാറ്റടിച്ചാലും മഴ വന്നാൽ അതങ്ങ് പറന്നു പോവും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ സ്ട്രോങ് ആയിട്ട് ഫേം ആയിട്ടാണ് എന്ത് ആകാശത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, കമ്പിയും മെറ്റലും ഒക്കെ വെച്ചിട്ട് അത് നനച്ചു കൊടുത്ത് സ്ട്രോങ് ആക്കിയിട്ടുള്ള ഒരു ആകാശം. എന്നാ ആകാശത്തിനെ കണ്ടാ പറയോ അങ്ങനെയാണെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ആകാശം വളരെ ഫേം ആണ്, വളരെ സോളിഡ് ആണ്. സൂറത്തു നബയില് 12-ാമത്തെ ആയത്ത്, ബനൈന ഫൗഖകും സബഅൻ ശിദാദ, നിങ്ങൾക്ക് മേലെ ഷിദാദ അല്ലെ, ബലിഷ്ഠമായ ശക്തമായ 7 ആകാശങ്ങളെ നാം നൽകുകയും ചെയ്തു, നാം നിർമ്മിക്കുകയും ചെയ്തു. സ്ട്രോങ് ആയിട്ടുള്ള ഷിദാദ, കട്ടിയായിട്ടുള്ള നമുക്ക് ആകാശം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അല്ലെ, തൊട്ടാലൊന്നും അതിന്റെ ഉള്ളിൽ കൂടെ കൈ പോകും എന്നൊക്കെ തോന്നും. പക്ഷെ ആകാശം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, അള്ളാഹു സുബ്ഹാനഹു തആല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അബിന എന്നുള്ള വാക്കിന്റെ യൂസേജ് കൊണ്ട് വരുന്ന ആ ഒരു സ്ട്രെങ്ത് ഒന്ന് നോക്കുക, അർത്ഥങ്ങളെ വ്യത്യാസം ഒന്ന് നോക്കുക. സുബ്ഹാനല്ലാഹ്. സൂറത്ത് അംബിയയിലെ 32-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂദ, ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുണ്ട് അല്ലെ. ഒരു സീലിംഗ്, പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള സീലിംഗ്. അതായത് സീലിങ്ങിനെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ സീലിംഗ് നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യാണ്. വസ്സമാഅ ബിനാഅൻ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അടുത്ത കാര്യമാണ്. പിന്നെ വഅൻസല മിനസ്സമായി, ആകാശത്ത് നിന്ന് അവൻ എന്തോ ഒന്ന് നമുക്ക് അയക്കുന്നുണ്ട് അല്ലെ. അൻസല നൂൻ സായി ലാം, അവൻ ആകാശത്ത് നിന്ന് അയച്ചു. എന്താണ് അയച്ചത്? മാഅൻ, വെള്ളത്തിന് അല്ലെ. എന്ത് വെള്ളാണത്? ആകാശത്ത് നിന്നല്ലേ. വെള്ളത്തിന്റെ രൂപത്തിൽ നമുക്ക് എന്തൊക്കെയാ വരുന്നത്? മഴ വരുന്നുണ്ട്, മഞ്ഞ് വരുന്നുണ്ട്, ആലിപ്പഴം വരുന്നുണ്ട് അല്ലെ. ചെറിയ ഫോഗ്, ഡ്യൂ പോലെ മഞ്ഞ് തുള്ളികൾ വരുന്നുണ്ട്. പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ സമയത്തും ഏറ്റവും യോജിച്ച രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്ത് നിന്ന് നമുക്ക് വെള്ളങ്ങളെ അയക്കുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് അത് വരുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്ത് നിന്ന് അയക്കുന്നതുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? ഫഅഖ്റജ, റൂ
അഖ്റജന്റെ റൂട്ട് ഹ റ ജീം. ഖുറൂജ് എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നെങ്കിലും പുറപ്പെടുക, പുറത്തേക്ക് വരിക. അഖ്റജ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് കൊണ്ടുവരിക. അള്ളാഹു ഉണ്ടാക്കി, പ്രൊഡ്യൂസ് ചെയ്തു, പുറത്തെടുത്തു. എന്തിനെ? ബിഹി, അതുകൊണ്ട്. എന്തുകൊണ്ട്? വെള്ളം കൊണ്ട്. അപ്പൊ അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം വരുത്തുന്നത് വഴിയിട്ട് എന്താണ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തത്? മിനസ്സമറാത്ത്, ഫലങ്ങളിൽ നിന്ന്, അല്ലെ, പഴങ്ങളിൽ നിന്ന്. വെറും ഒരു പഴമല്ല, പല വെറൈറ്റി പഴങ്ങള്. അപ്പം ഈ പഴങ്ങൾ, ഈ ഫ്രൂട്ട്സ്, ഈ സമറാത്ത് എന്താണ്? റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് എന്താണ്? റിസ്ഖാണ്, നിങ്ങൾക്ക് പ്രൊവിഷൻ ആണ്. മഴ പെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ എന്താണ് ഈ തരത്തിലുള്ള യാതൊരു വിളകളും ഉണ്ടാവുമായിരുന്നില്ല. അങ്ങനെ ഒരു വിളകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സൃഷ്ടിച്ചു, അല്ലെ? ഈ ഭൂമിനെ ലെവലാക്കി നമുക്ക് വാസയോഗ്യമാക്കി. എന്നിട്ട് അതിന്റെ പുറമെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നു. നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി മേലെ ആകാശത്തെ ഉണ്ടാക്കി, ഭൂമിയെ വിരിപ്പാക്കി, അല്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു വീടിന്റെ അകം പോലെ താഴെ ഭൂമി വിരിപ്പാക്കിയിട്ട് മേലെ ആകാശത്തെ സീലിംഗ് ആക്കിയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള, നമ്മളെ സസ്റ്റെയിൻ ചെയ്യാനുള്ള, നമുക്ക് ജീവിക്കാനുള്ള ഫലങ്ങൾ ഉണ്ടാക്കി. അസമറാത്ത് എന്നുള്ള വാക്ക് സമറ, സ മീം റ, സമറ എന്ന വാക്കിന്റെ പ്ലൂറലാണ്. സമറ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്ന അതിന്റെ പ്രൊഡക്റ്റ്, ഒരു റിസൾട്ട്. ഓക്കെ, ഏതെങ്കിലും രീതിയിലുള്ള പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ. അപ്പൊ അത് വെറും ഫ്രൂട്ട്സിന് മാത്രമല്ല, അതായത് ആപ്പിളോ മുന്തിരിയോ ഓറഞ്ചോ മാത്രമല്ല, പക്ഷെ എന്തും, അതായത് ഒരു ചെടി വളർന്ന് അതിൽ നിന്ന് ഉണ്ടാവുന്ന എന്തും, വെജിറ്റബിൾസ് ആവാം, ധാന്യങ്ങളാവാം, എല്ലാം സമറ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന എന്തും, നമുക്ക് ഭൂമിയിൽ നിന്ന് വളർന്നു വന്നിട്ട് നമുക്ക് പ്രയോജനപ്രദമായിട്ട് കിട്ടുന്ന എന്തും എന്താണ്? സമറാത്ത് ആണ്. മാത്രമല്ല സമറ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, സമറാത്ത് എന്നാണ്. അത് ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഒരുപാട് ക്വാണ്ടിറ്റികൾ ഉണ്ട്, അല്ലെ? പല പല വെറൈറ്റിയിലുണ്ട്. രണ്ടും അർത്ഥമാക്കുന്നുണ്ട്. പല വെറൈറ്റി ഉണ്ട്, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. കുറച്ചൊന്നും അല്ല, അല്ലെ? നമ്മൾ പച്ചക്കറി ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ്, എന്ത് വാങ്ങുന്നു, അല്ലെ? അത്രയും വെറൈറ്റി പച്ചക്കറികളും അത്രയും വെറൈറ്റി ഫ്രൂട്ട്സും ഉണ്ട്. ഏത് വാങ്ങണം, എന്ത് വാങ്ങണം? സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ ഈ അറ്റത്ത് ഉള്ള രാജ്യത്തിലുള്ളതായിരിക്കില്ല ആ അറ്റത്തുള്ള രാജ്യത്തിലുള്ള ഫ്രൂട്ട്സ്. വെറൈറ്റിയാണ്. ഓരോ രാജ്യങ്ങളും അവരവരുടേതായ സ്പെഷ്യൽ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ആ മണ്ണില്. ആരാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു തആല. എന്തിനു വേണ്ടിയിട്ടാ? റിസ്ഖൻ ലക്കും, നമുക്കുള്ള റിസ്ഖായിട്ടാണ്, അല്ലെ? ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതും അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോ ഫല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. തജഅലു, എന്ത്? ഉണ്ടാക്കരുത്, അല്ലെ? ജീം ഐൻ ലാ തന്നെ, ലാമ തന്നെ, സെയിം റൂട്ട്. നിങ്ങൾ ഉണ്ടാക്കരുത്. ലില്ലാഹി, അള്ളാഹുവിന്, അൻദാദൻ, ഈക്വൽസിനെ, സമന്മാരെ. അൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത്. അൻദാദൻ എന്ന് പറയുന്നത് നിദ് എന്നുള്ള വാക്കിന്റെ പ്ലൂറലാണ്. നൂൻ ദാൽ ദാൽ. നിദ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരാളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യുന്ന, അതായത് ഇപ്പൊ നമ്മള് ക്ലാസ്മേറ്റ്സ്, അല്ലെ? ക്ലാസ്സിലെല്ലാവരും ഒരേ ക്ലാസ് ഷെയർ ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരേ സാധനം ഷെയർ ചെയ്യുന്ന ആൾക്കാരെ പിയേഴ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പം ഒരു ക്ലാസ്സിലുള്ള എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പം ഒരേ ലെവലിലുള്ള ആൾക്കാർ, അതാണ് നിദ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല, നിങ്ങൾ അള്ളാഹുവിന് ഈക്വൽ ആയിട്ട്, അള്ളാഹുവിന്റെ അതേ ലെവലിൽ നിങ്ങൾ വേറെ പലരെയും കാണല്ലേ, അല്ലെ? ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ, നിങ്ങൾ അള്ളാഹുവിന്റെ അതേ ലെവലിൽ വേറെ പലരെയും കാണല്ലേ. ഞാൻ ഇത്രയൊക്കെ ഞാനാണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്, ഞാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പം അള്ളാഹുവിനെ, എന്നെ ആരാധിക്കുന്നത് പോലെ നിങ്ങൾ വേറെ ആരെയും ആരാധിക്കല്ലേ. എന്നെ സ്നേഹിക്കേണ്ട പോലെ നിങ്ങൾ വേറെ ആരെയും സ്നേഹിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും നമ്മളൊന്നും എന്താണ് തൗഹീദ് തെറ്റിക്കാത്ത ആൾക്കാരാണ്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതിന് തുല്യമായിട്ട് നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. എന്നെ ഭയപ്പെടേണ്ട പോലെ നിങ്ങൾ വേറെ ആരും ഭയപ്പെടല്ലേ. എന്നെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വേറെ ആരെക്കുറിച്ചും വിശ്വസിക്കല്ലേ, അല്ലെ? എന്നെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലെ? അള്ളാഹുവിന്റെ എല്ലാ സിഫാത്തുകളും. അള്ളാഹു ആണ് ഒരേ ഒരു സ്രഷ്ടാവ്.
വേറെ ആരും നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവാണ് ഒരേ ഒരു റാസിഖ് അല്ലെ, പ്രൊവൈഡർ, നമുക്ക് റിസ്ക് തരുന്നവൻ. അള്ളാഹുവാണ് ഒരേ ഒരു മുജീബ്, അൽ മുജീബ്, നമ്മുടെ ദ്വാകൾക്ക് ഉത്തരം നൽകുന്നവൻ. അള്ളാഹുവാണ് നമ്മൾക്ക് ജീവൻ നൽകുന്നവൻ. അള്ളാഹുവാണ് നമ്മളെ മരിപ്പിക്കുന്നവൻ. അവൻ ഉദ്ദേശിക്കുന്നത് എന്തും അവന് ചെയ്യാൻ പറ്റും അല്ലെ, അൽ ഖദീറാണ്. അപ്പം ഇതുപോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ വേറൊരാളെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കല്ല അല്ലേ. നമുക്കൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് ഓരില്ലെങ്കിൽ എന്താക്കും അല്ലെ. അപ്പൊ ഓരോ ഭയങ്കര ഡിപ്പെൻഡൻസ്. അപ്പൊ ഓര് പറയുന്നത് എന്തും നമ്മൾ അനുസരിക്കും, ഓരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തും നമ്മൾ ചെയ്യും. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ, ആ ഒരു കാര്യം നടത്തുന്നതും റബ്ബാണ്, അവരല്ല. റബ്ബിന്റെ തൃപ്തി നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവരെ തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതിന് എന്ത് കാരണം തന്നെ ഉണ്ടെങ്കിലും അത് അന്താദാണ്, നിദ്ദാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ക്ലാസ്മേറ്റ്സിനെ പോലെ, അള്ളാഹുവിന് ഈക്വൽസിനെ പോലെ നിങ്ങൾ അവരെ കണക്കാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ലെവലില് അല്ല. നമുക്ക് സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലേ, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ, അവനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അവന് കുഫുവത്ത ഒരാള് വേറെ ആരും തന്നെ ഇല്ല. അവൻ മാത്രമാണ് നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങൾക്ക് മുമ്പിലുള്ളവനെ സൃഷ്ടിച്ചതും. അവൻ മാത്രമാണ് ഭൂമിയെ നിങ്ങൾക്ക് ഇത്ര ലെവൽ ചെയ്ത് സമമാക്കി തന്നിട്ടുള്ളത്. അവൻ മാത്രമാണ് ആകാശത്തിന് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്, സീലിംഗ് ആയിട്ട് നിങ്ങൾക്ക് മേലെ ഇട്ട് തന്നിട്ടുള്ളവൻ. അവൻ മാത്രമാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ. പിന്നെ നിങ്ങൾ എന്തിനവന് പാർട്ട്നേഴ്സിനെ ഉണ്ടാക്കണം അല്ലെ, എന്തിനവന് സമന്മാരെ ഉണ്ടാക്കണം. അൻതും തഅലമൂൻ, അത് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഈ പറഞ്ഞതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് തന്നത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും അല്ലേ, യാ അയ്യുഹന്നാസ്, മനുഷ്യരോട് എല്ലാവരോടും അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. തഅലമൂൻ ഐൻ ലാം മീം, ഇൽമിൽ നിന്ന് വരുന്ന. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുജീബ്, അള്ളാഹു അൽ ഖദീറാണ്. ഒക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിന്, നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ, നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കരുത്, അള്ളാഹു സുബ്ഹാനഹു തആലയെ മാത്രം ആരാധിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഈ ആയത്തിൽ നിന്നുള്ള ലെസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാണ് ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ലെസൺസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തദബ്ബുർ ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒരുപാട് കണക്കില്ലാത്ത കാര്യങ്ങൾ നമ്മളുടെ തന്നെ ചിന്തയിൽ വരും. അതിന് ജസ്റ്റ് ഒരു ഇൻപുട്ട് എന്നുള്ള പോലെ മാത്രമേ നമ്മൾ ഇവിടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓരോ ആയത്തും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്താ പറയാ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഉണ്ടാവും. ആഴത്തിൽ മുത്തും പഴവും നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. അപ്പൊ തദബ്ബുർ എല്ലാവരും ശീലാക്കുക. നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് മാത്രം തത്തമ്മ പൂച്ച എന്നുള്ള രീതിയിൽ എടുക്കണ്ട, സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കുക. നമുക്ക് ബേസിക് കാര്യങ്ങൾ നമ്മൾ ഓരോ ആയത്തിനെ കുറിച്ചും മനസ്സിലാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസും നമ്മളും അള്ളാഹു സുബ്ഹാനഹു തആലയും തമ്മിലുള്ള ബന്ധവും വെച്ചിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ആണ് ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഓരോരുത്തരോടും വേറെ വേറെ വന്ന് പറയുന്ന കലാമാണ് ഖുർആൻ. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യവും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിക്മത്തും. അവൻ ഭൂമിനെ എന്താക്ക്, വിരിപ്പാക്കി, ഫിറാഷാക്കി അല്ലെ, നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ. ഭൂമി ടഫായിരുന്നെങ്കിൽ, ഹാർഡായിരുന്നെങ്കിൽ, പ്ലാസ്റ്റിക് പോലെ വളയ്ക്കുകയും ഒടിക്കുകയും ചെയ്യാൻ പറ്റാതെ അതേപോലെ നിൽക്കുകയാണെങ്കിൽ അല്ലേ, നമുക്ക് വേണ്ടടുത്ത് കുഴിക്കാനും വേണ്ടടുത്ത് മലയുണ്ടാവുന്നതും എന്നാൽ നമുക്ക് ജീവിക്കേണ്ട സ്ഥലം പ്ലെയിൻ ആക്കിയതും ഒന്നും അല്ലാതിരുന്നെങ്കിൽ, എല്ലാം ഒരേപോലെ ഹാർഡായിട്ട് സോളിഡായിട്ട് അല്ലെങ്കിൽ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിക്മത്ത് ഉണ്ട്. അള്ളാഹ്ക്ക് അറിയാം ഞാൻ സൃഷ്ടിച്ച ഈ സൃഷ്ടികൾക്ക് ജീവിക്കാൻ വേണ്ടി എന്താ വേണ്ടിയതെന്നല്ലേ. അത് അള്ളാഹുവിന്റെ കാരുണ്യം കൂടെയാണ്. അതേപോലെ അള്ളാഹു ബിനാഅൻ അല്ലേ, ആകാശത്തിനെ നമുക്ക് ഒരു കാനപ്പി ആയിട്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള സീലിംഗ് ആക്കിയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി. അതും അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അറിയാം ഇത് വേണ്ടതാണെന്നല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ട്, അവിടെ ഹിക്മത്തും ഉണ്ട്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖുദ്റത്ത് ഉണ്ട് അല്ലെ, പവർ ഉണ്ട്. പ്രത്യേകം ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ ശരിക്കും പവർ തന്നെയാണ് അല്ലെ. ആകാശത്തിനെ ഒരു കൺസ്ട്രക്ഷൻ ആക്കിയിട്ട് ഒന്ന് ആലോചിച്ച്, ആകാശത്തിനെ സീലിങ്ങിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല അല്ലെ. നമ്മളൊരു സീലിംഗ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള എന്താണ് ഉറപ്പുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാക്കുന്നത്, നനച്ച് അതിനെ കൂടുതൽ ഉറപ്പ് വരുന്നത്. പക്ഷെ ആകാശം കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സോഫ്റ്റ് അല്ലെ.
പക്ഷെ അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഭയങ്കര വലുതാണ്. മൊത്തം ഭൂമിയെ കവർ ചെയ്യുന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ എവിടെ ഭൂമിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളുടെ മേലെ എന്താണ് ആ ഒരു സീലിംഗ് ഉണ്ട് അല്ലേ. നമ്മൾ വീട്ടിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സീലിംഗ് പോയി, മഴയും വെയിലും ഒക്കെ നമുക്ക് കൊള്ളും. പക്ഷെ നമ്മൾ ഭൂമിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആകാശമാകുന്ന സീലിംഗ് നമ്മളുടെ മേലെ ഉണ്ട്. അത്രയും സ്പേഷ്യസ് ആണ്, അത്രയും വാസ്റ്റ് ആണ്, അത്രയും സ്ട്രോങ് ആണ്. അതിനെ പൊട്ടിപ്പൊളിക്കാൻ പറ്റൂല, അതിനെ ക്രോസ് ചെയ്തിട്ട് ആർക്കും പോവാൻ പറ്റൂല. മനുഷ്യന്മാരെ എത്ര അതൊക്കെ കടന്ന് 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 പോവാന്ന് വിചാരിച്ചാലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആകാശത്തിനെ ഫുള്ള് ക്രോസ് ചെയ്തിട്ട് ഇന്ന് വരെ പോവാൻ ആർക്കും പറ്റിയിട്ടില്ല അല്ലെ. നമ്മള് ലിമിറ്റഡ് ആയിട്ടുള്ള കഴിവേ നമുക്കുള്ളൂ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ആകാശം. അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ പ്രതാപം ഭയങ്കരമാണ്. അള്ളാഹുവിന്റെ കഴിവെന്ന് പറയുന്നത് ഭയങ്കരമാണ് ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ അല്ലെ. ചില്ലറ കാര്യമൊന്നുമല്ല ആകാശം എന്ന് പറയുന്നത്. സൂറത്ത് ഗാഫിറിൽ 57-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിൻ നാസ്. തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം. ഭയങ്കര പ്രയാസമേറിയ സൃഷ്ടിപ്പ് തന്നെയാണ് അല്ലെ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സൃഷ്ടിപ്പ്. നമ്മളെന്തോ സംഭവമാണെന്ന് വിചാരിക്കുക അല്ലെ, ഒരു തുള്ളി ശുക്ലത്തിൽ നിന്ന് വന്ന നമ്മള്. പക്ഷെ ആകാശത്തിന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞത് ഭയങ്കര പ്രയാസമേറിയത് തന്നെയാണ്, വലിയ കാര്യം തന്നെയാണ്. ആരാണ് അതൊക്കെ ഉണ്ടാക്കിയത്? ആരാണ് അത് ചെയ്തത്? ആർക്കാണ് അത് ചെയ്യാൻ പറ്റുക? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. സൂറത്തു നാസിയാത്തില് 27-28 ആയത്തുകളിലെ അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ. നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസമുള്ളവർ, അതല്ല ആകാശമാണോ? അതിനെ അത്ര പ്രയാസമുള്ള അതിനെ പോലും എന്താണ് അവൻ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ. ബനാഹ, അതിനെ അവൻ നിർമ്മിച്ചിട്ടുണ്ട്. റഫഅ സംകഹാ ഫസവ്വാഹ, എന്നിട്ട് അതിനെ അതിന്റെ ലെവൽ ഉയർത്തുകയും അതിന് പ്രൊപ്പോർഷനേറ്റ് അതിന് എന്തൊക്കെ വേണോ, എത്ര ലെവല് വേണോ, എത്ര വലിപ്പം വേണോ, എത്ര ഹൈറ്റ് വേണോ, എന്തൊക്കെ വേണോ അതൊക്കെ അതിന് പ്രൊപ്പോർഷനായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആകാശത്തിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ. ആകാശം സൃഷ്ടിക്കാൻ അത്രക്ക് പ്രയാസമാണ്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളുടെ മേലെ ഒരു സീലിംഗ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. സൂറത്ത് ദാരിയാത്തില് 47-ാമത്തെ ആയത്ത് വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വ ഇന്നാ ലമൂസിഊൻ. ആകാശമാകട്ടെ അതിനെ നാം ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം വികസിപ്പിച്ചെടുക്കുന്നവനാകുന്നു. അപ്പം അതിനെ ശക്തി കൊണ്ട് സ്ട്രോങ് ആക്കിയിട്ട് ഉണ്ടാക്കുകയും ചെയ്തു. അതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നവനുമാണ്. അപ്പൊ ആകാശം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, ഭയങ്കര അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പവർ കാണിക്കുന്ന സാധനമാണ് അല്ലെ. ഭയങ്കര സ്ട്രോങ് ആണ്. ആരാ അത് ഉണ്ടാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു തആല. എന്താ ഇതിനെ നമ്മളെ കാണിച്ചു തരുന്നത്? അള്ളാഹുവിന്റെ ഇസ്സത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്. എന്തൊരു എന്താ പറയാ, പവർഫുൾ ആണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്നല്ലേ. അള്ളാഹുവിന്റെ കഴിവ് എന്താണെന്ന് സുബ്ഹാനല്ലാഹ് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അല്ല അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ പറയുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചിന്തിക്കാറുണ്ടോ? സുബ്ഹാനല്ലാഹ് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. പിന്നെ മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹു മാത്രമാണ്. അൻസല മിനസ് സമാഇ മാഅൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലേ ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ. നിങ്ങൾ എന്താണ് സമന്മാരെ ഉണ്ടാക്കരുത്. കാരണം നിങ്ങൾക്ക് ഭൂമിയിലേക്ക് മഴ കൊണ്ടുവരുന്നവൻ അവൻ മാത്രമാണ് അല്ലെ. നമ്മൾ മനുഷ്യന്മാരെല്ലാരും കൂടി നിന്നു കഴിഞ്ഞാലും ഒരു തുള്ളി മഴ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഈ സമ്മറില് അതായത് ഇവിടെ ചെന്നൈയിൽ ജൂൺ എന്ന് പറയുന്നത് സമ്മറാണ്. സമ്മർ ഗൾഫിലേക്ക് പോലെ ചൂട് സമയം. വളരെ റെയറായിട്ട് അല്ലെങ്കിൽ ജൂണിൽ മഴ കിട്ടാറേ ഇല്ല. ഈ കൊല്ലം 27 വർഷത്തിന് ശേഷമാണ് ജൂണിൽ മഴ കിട്ടുന്നത്. ഈ 27 വർഷം അത്രയും ചെന്നൈ ജൂണിൽ പൊരിഞ്ഞ ചൂടിലായിരുന്നു. മഴ വളരെ റെയറായിട്ട് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ തുള്ളി കിട്ടാന്നല്ലാണ്ട്. പക്ഷെ എത്രയും ചൂടായിട്ടും ഒരു മനുഷ്യനും ഒക്കെ എന്നാ ജൂണിൽ ഇവിടെ മഴ പെയ്യിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. ഈ കൊല്ലം അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചു, മഴ പെയ്തു. കാലാവസ്ഥാ പ്രവചനം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു
ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കൊക്കെ അവർക്കൊരു പക്ഷേ കുറച്ച് അനലൈസ് ഒക്കെ ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ. അതും 100% കറക്റ്റ് ആവില്ല. എന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻ തരാൻ പറ്റുമായിരിക്കും, മഴ വരും, ഇന്ന ദിവസം മഴ വരും, നിങ്ങൾ ഇന്ന് അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അലേർട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും അല്ലെ, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ ആർക്കെങ്കിലും വന്നിട്ട് നാളെ രാവിലെ മഴ പെയ്യാനുള്ള എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പം മഴ പെയ്യും, അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റിയിട്ടുണ്ടോ? പറ്റൂല അല്ലെ. എത്ര തന്നെ കടുപ്പമേറിയ ചൂടാണെങ്കിലും ഒരു മനുഷ്യൻ വിചാരിച്ചാലും ഒരു തുള്ളി മഴ ഭൂമിയിലേക്ക് പെയ്യിക്കാൻ പറ്റൂല. അത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് സെക്കൻഡുകൾ മതി താഴോട്ട് വരാൻ. നമുക്കറിയാം മദീനയിൽ നമ്മൾ മുമ്പും ഈ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടല്ലേ, മദീനയിൽ കുറേ ദിവസങ്ങളോളം മഴ പെയ്യാതിരുന്നപ്പം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്ന് ഖുതുബ ചെയ്യുന്ന സമയത്ത് ഒരു നാടോടി അല്ലെ മുപ്പര് ഓടി വന്നിട്ട് മിമ്പറിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയും, പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നബിയെ എന്താണ് മഴ തീരെയില്ല, നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് മഴ തരാൻ പറയും അല്ലെ, മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങി, ഞങ്ങൾക്കും കുട്ടികൾക്കും വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റുന്നില്ല, ഒരു കൃഷികളും വിളകളും ഉണ്ടാവുന്നില്ല. ഒന്ന് ആലോചിച്ചോക്ക്, മഴയില്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, മണ്ണിൽ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് നമ്മളെ തന്നെ കഴിപ്പിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല, നമ്മളുടെ മൃഗങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല, ഇവിടെ ബിസിനസ്സുകൾ നടക്കൂല അല്ലെ, കച്ചവടം നടക്കൂല, വരുമാനം ഉണ്ടാവില്ല, എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യാം? ശരിക്കും വെള്ളം ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയാക്കി വർഷിപ്പിക്കുന്ന വെള്ളമാണ് ഇവിടെ ഭൂമിയുടെ ജീവന്റെ തന്നെ ഉറവിടം എന്ന് പറയുന്നത്. ശരിക്കും ഭൂമിയിൽ ജീവന്റെ ഉറവിടം എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് വരുന്ന മഴ. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യാറേ ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു നാൾ മഴയില്ലെങ്കിൽ എന്തൊരു ചൂടാണോ അല്ലെ, ഇങ്ങനെ ഈ ചൂട് സഹിക്കുക, അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറില്ല അല്ലെ. അത് തന്നെ നമുക്ക് AC ഉള്ളത് കൊണ്ട് അതും വലിയ പ്രശ്നമില്ല, കറണ്ട് ബില്ല് കൊടുത്താൽ മതി. പക്ഷെ മഴയില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, നമ്മൾ ഈ കഴിക്കുന്ന അരി, പച്ചക്കറികൾ അല്ലെ, ഫ്രൂട്ട്സ്, ഇതൊക്കെ എവിടുന്നോ വരുന്നതാണ്. കാരണം ഇതൊക്കെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മളെ കണ്ണിന് മുമ്പ് കാണുന്ന പോലും ഇല്ല അല്ലെ. നമ്മളെ ഒരു ഫാർമിംഗ് അല്ലെങ്കിൽ കൃഷിക്കാരുടെ ജീവിതം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളുടെ മൊത്തം ജീവിതത്തിന്റെ സൈക്കിള് മഴയുടെ മേലെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവര് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാലേ എല്ലാം അല്ലെ സൈക്കിള് മൊത്തം വർക്ക്ഔട്ട് ആവുള്ളൂ. മൃഗങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടാവുള്ളൂ. ആ മൃഗങ്ങളാണ് നമ്മൾ അല്ലെ ആടായിട്ടും ബീഫായിട്ടും ഒക്കെ കഴിക്കുന്നത്. അതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് മഴയില്ലെങ്കിൽ അതോ ഈ ചൂട് എങ്ങനെ സഹിക്കും, അത്രയേ ഉള്ളൂ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മിക്ക സ്ഥലങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ മഴയുടെ ടോപ്പിക് കൊണ്ടുവരാറുണ്ട്. അത്രയ്ക്ക് എന്താ പറയാ, സോഴ്സ് ആണ്. ഇവിടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഉറവിടം എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് വരുന്ന മഴയാണ്. മഴയില്ലെങ്കിൽ നമ്മളില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആ ഒരു നാടോടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ നിങ്ങൾ ദുആ ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ തന്നെ കൈ ഉയർത്തി അല്ലാഹുമ്മ അഗിസ്ന അല്ലാഹുമ്മ അഗിസ്ന അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കല്ലേ, മഴ താ, ഞങ്ങൾക്ക് മഴ താ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്ത്, ഭയങ്കര മഴ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിൽ നിന്നൊക്കെ വെള്ളം ഉറ്റി വീഴുമായിരുന്നു. മഴയുടെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല, ഒരു മേഘം പോലും ഉണ്ടായിരുന്നില്ല ആളുകൾ അങ്ങോട്ട് വരുമ്പോൾ. പക്ഷെ ആളുകൾ തിരിച്ചു പോകുമ്പോൾ നല്ല മഴ. ഈ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പിടിച്ചു വെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും ഒരു തുള്ളി ഭൂമിയിലേക്ക് കൊണ്ടുവരാനും പറ്റൂല. വ അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ച് കഴിഞ്ഞാല് നമ്മളൊക്കെ ശൂന്യാണ്, ഒന്നുമില്ല. ഇവിടെ ഭൂമിയിൽ നമ്മൾ എന്ത് വലിയ കച്ചവടം ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കച്ചവടത്തിനും ഒരു പ്രസക്തി ഉണ്ടാവില്ല ഭൂമിയിൽ മഴ പെയ്തിട്ടില്ലെങ്കിൽ. വർഷങ്ങളോളം മഴ പെയ്തിട്ടില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവില്ല, നമുക്ക് വരുമാനം ഉണ്ടാവില്ല. നമ്മൾ വെറുതെ വിചാരിക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച പൈസ ഉണ്ട്, നമ്മൾ എവിടുന്നെങ്കിലും പോയി ഉണ്ടാക്കി ഫുഡ് കൊണ്ടുവരുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ അങ്ങ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളേ ഇല്ല, നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല. അപ്പം ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള മഴയാണ് നമ്മളുടെ ഇവിടുത്തെ ജീവന്റെ നിലനിൽപ്പ് തന്നെ.
وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم. നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിക്കുക മാത്രമല്ല, ഭൂമിനെ വെരുപ്പാക്കിയിട്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്യുക മാത്രമല്ല, ആകാശത്തിന് പ്രൊട്ടക്ഷന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ ഭൂമിയിൽ ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആകാശത്ത് നിന്ന് ഞാൻ വെള്ളം ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫലങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്? റിസ്ഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് വാഖിഅയില് 68, 69 ആയത്തുകള്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. ഇനി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത്, അതല്ല നാം ആണോ? നമുക്കറിയാം ദിവസങ്ങളോളം ചിലപ്പോൾ മൂടിക്കെട്ടി നിൽക്കും അല്ലേ? പക്ഷെ ആ മൂടൽ ചിലപ്പോൾ അങ്ങനെ അങ്ങ് പോകും. നമ്മൾ പറയാം അല്ല, ആ മഴ ഏതോ നാട്ടുകാർ കൊണ്ടുപോയി. അപ്പുറത്തെ നാട്ടിൽ അല്ലെങ്കിൽ കോഴിക്കോട് മേഘം ഉണ്ടെങ്കിൽ അത് കണ്ണൂർ പെയ്ത്, അല്ലെ കണ്ണൂർ മേഘം ഉണ്ടെങ്കിൽ അത് കോഴിക്കോട് പെയ്ത് അത് അങ്ങ് പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ തന്നെ ആ വെള്ളം താഴോട്ട് ഇറങ്ങുള്ളൂ. നമ്മൾ എന്തെന്ന് ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന മാത്രമാണ്. അപ്പൊ മഴ അള്ളാഹു കൊണ്ടുവരണം. അള്ളാഹു കൊണ്ടുവന്നാലേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല, അത് ഉണ്ടെങ്കിലേ നമുക്ക് ഭൂമിയിൽ ജീവൻ നിലനിൽക്കേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ മഴ പെയ്തില്ലെങ്കിൽ അതോ ചൂടാണ് മാത്രമല്ല, നമ്മളെ ജീവൻ നിലനിൽക്കണമെങ്കിൽ മഴ വേണം. ഇനി മഴ കൊണ്ടുവരുന്നതിലുള്ള ഒരു ഹിക്മത്ത് ഉണ്ട്. അതിനകത്ത് എന്താണ്, വെള്ളം മഴയുടെ രൂപത്തിൽ, ഈ മഴയുടെ രൂപത്തിൽ കൊണ്ടുവരുന്നതിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, മഴയല്ല എന്ന് വെക്കാം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം തരുന്നുണ്ട്, മഴയായിട്ട് ആകാശത്തുനിന്നും ഭൂമിയിലേക്ക് പെയ്യുന്നതായിട്ടല്ല. അതേ അളവിൽ തന്നെ അള്ളാഹു ഭൂമിന്റെ സർഫസിൽ, അതായത് കടലിലും പുഴയിലും ഒക്കെ വെള്ളം ലേശം ഒന്ന് പൊക്കുകയാണ്. ആ അളവിൽ വെള്ളം നമുക്ക് അങ്ങനെയാണ് ഭൂമിന്റെ സർഫസിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നതെന്ന് വെക്കുക. എന്നിട്ട് അത് അവിടെ ഇങ്ങനെ ഒഴുകി നടക്കാൻ നോക്കുക. സുബ്ഹാനല്ലാഹ്. ഒന്നെങ്കിൽ അത് ഒഴുകിയിട്ട് അല്ലേ കരയും കടലും ഒക്കെ ഒന്നായി പോവും, അല്ലെങ്കിൽ അത് കടലിലും മാത്രമായിട്ട്, അല്ലെങ്കിൽ നദിയിലും പുഴയിലും മാത്രമായിട്ട് പല സ്ഥലങ്ങളിലും പല ലാൻഡുകളിലും വെള്ളം കിട്ടാണ്ടായി പോവും അല്ലെ. നമ്മള് കൃഷിയും ഒന്നും നമുക്ക് നനയ്ക്കാൻ വെള്ളം ഉണ്ടാവില്ല. അത് നേരെ ഭൂമിയിലേക്ക് പതിക്കുന്നത് കൊണ്ടല്ലേ അത് കൃഷികളൊക്കെ നനയ്ക്കപ്പെടുന്നത് അല്ലേ. അത് അതേ വെള്ളം കടലിലും പുഴയിലൊക്കെ പൊങ്ങിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇറിഗേഷൻ എങ്ങനെ നടത്തുമായിരുന്നു? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യാണ് അല്ലെ, അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ട് അതിനകത്ത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മഴ പെയ്തട്ടെ കാര്യമുള്ളൂ. അള്ളാഹുവിന്റെ കുദ്റത്താണത്. അപ്പം ഈ ഒരു രീതിയിൽ മഴ പെയ്യിക്കുക എന്നുള്ളതും സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ ഹിക്മത്താണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ കുദ്റത്താണ്. നമ്മൾ അറിയുന്നില്ലല്ലേ, ആ മഴ പെയ്യും അത്രയേ ഉള്ളൂ അല്ലെ. മഴ പെയ്യുമ്പോൾ കുട പിടിച്ച് നടക്കണം, അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. എവിടേക്കോ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെ കാണോ അല്ലേ, കഴിഞ്ഞല്ലേ. നമുക്ക് ഇത്ര കൃത്യമായിട്ട് മഴ കിട്ടുന്നത് കൊണ്ടും അല്ലെ, മഴക്ക് പകരം വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉള്ള വെള്ളം തന്നിരുന്നെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വേറൊരു എന്താ പറയാ പവർ അല്ലെങ്കിൽ കുദ്റത്ത് എന്ന് പറയുന്നത്, അള്ളാഹു മഴ പെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് പല വെറൈറ്റി തന്നെയാണ് ഇവിടെ പറയേണ്ടത്, വെറൈറ്റി ഫ്രൂട്ട്സ് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഒരേ വെള്ളം തന്നെയാണ് ഭൂമിയിലേക്ക് പോണത്. ആ സെയിം ടൈപ്പ് ഓഫ് വെള്ളമാണ് ഭൂമിയിലേക്ക് പോകുന്നത്. പക്ഷെ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് ചുവന്ന ആപ്പിള്, പച്ച ആപ്പിള് അല്ലെ, ഗ്രീൻ ആപ്പിൾ, യെല്ലോ ആപ്പിൾ. സുബ്ഹാനല്ലാഹ്. പല വെറൈറ്റി മാങ്ങകള്. ആ മഴയില്ലെങ്കിൽ ലാൻഡ് ശരിക്കും ഭൂമി ഡെഡ് ആണ് അല്ലെ, ഒന്നുമില്ല, ഊഷരമായിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, മഴയില്ലാണ്ട് ഉണങ്ങി വരണ്ട്, കൃഷിയൊന്നും ഇല്ലാണ്ട്, ഒരു പച്ചപ്പ് പോലും ഇല്ലാണ്ട്. പക്ഷെ പെട്ടെന്ന് മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ ഭൂമിയൊക്കെ നനഞ്ഞ് പച്ചപ്പ് വന്ന് അല്ലെ, ലഷായി. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഹജ്ജില് 63-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ ഫതുസ്ബിഹൽ അർദു മുഖ്ളറ. അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിയിട്ട് അതുകൊണ്ടാണ് ഭൂമി പച്ച പിടിച്ചതായി തീരുന്നത് എന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലേ? ഇല്ലെങ്കിൽ ഭൂമി ഉണങ്ങി വരണ്ടിരിക്കും അല്ലെ.
വലിയ വലിയ ഭൂമികളിലേക്കൊന്നും പോകണ്ട. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വീട്ടിൽ വെച്ച ചട്ടികളിൽ അല്ലേ, അതൊക്കെ ആകെ ഉണങ്ങി വരണ്ട് ചത്ത പോലെ ആയിട്ടിരിക്കുന്ന കാണാം. എന്നാൽ നമ്മൾ ഇത് കണ്ട് വിഷമിച്ച് ലേശം വെള്ളം ഒഴിച്ച് അകത്ത് പോയി എന്തെങ്കിലും ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും മാഷാ അല്ലാ ആ ചെടികളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഉഷാറായി അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു ആ വെള്ളം അങ്ങോട്ട് ഇറക്കുമ്പോഴേക്ക് ഭൂമി അങ്ങ് പച്ചപ്പാവാണ്, എല്ലാം ഒന്നും ഉഷാറാവാണ്. ആരാ അതുണ്ടാക്കുന്നത്, അങ്ങനെ സംഭവിപ്പിക്കുന്നത്? അതും അള്ളാഹു സുബ്ഹാനഹു തആലയാണ് അല്ലെ. ഈ പല വെറൈറ്റി ഫ്രൂട്ടുകൾ അല്ലെ, നമ്മൾ ഒരു വിത്ത് നടുന്നു, ഒരേ മണ്ണില് ഒരേ ടൈപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അത് വിത്തുകൾ മാറുന്നതിനനുസരിച്ച് വേറെ വേറെ വെറൈറ്റി ഫ്രൂട്ട്സ് അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കാണ്. വെറൈറ്റി ഫ്രൂട്ട്സ് എന്നല്ല, എന്തും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ നമ്മൾ ചിലപ്പോ വീട്ടിലല്ലേ മുളകിന്റെ വിത്തോ അല്ലെങ്കിൽ തക്കാളിന്റെ വിത്തൊക്കെ ഇടും. ഞാനത് നല്ലോണം ഇട്ടതാണ്, നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതെന്തോ ഉണ്ടാവുന്നില്ല. ചിലപ്പം ഇതേ സംഭവം, ഇതേ ടൈപ്പ് മുളകിന്റെ വിത്ത് തന്നെ അടുത്ത മാസം അതേ പാത്രത്തില് അതേ മണ്ണില് നമ്മൾ നടുമ്പോ ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം വെള്ളം ഒഴിക്കാനും മറന്നുപോയിട്ടുണ്ടാവും. അത് കാണാൻ നല്ല ഭംഗിയായിട്ട് വളർന്ന് അതിനകത്തുനിന്ന് മുളകൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. ആരുടെ തീരുമാനമാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് ആ രണ്ടാമത്തെ പ്രാവശ്യം ചെടി ഉണ്ടായതും ആദ്യത്തെ പ്രാവശ്യം അത് ചെടി ഇല്ലാതിരുന്നതും അല്ലെ. നമ്മളൊക്കെ സാധാരണ പ്രത്യേകിച്ച് ഇങ്ങനെ വീടുകളിലൊക്കെ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നവര് അവരെ തക്കാളിയും പച്ചമുളകും വഴുതിനയൊക്കെ മീൻസ് പറിച്ചിട്ട് പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്ത് അയക്കൂലേ. മൈ ഗാർഡൻ, മൈ പ്രൊഡ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്, മൈ ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടും. അപ്പൊ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അല്ലെ, ഈ ഒരു വിത്ത് ഇട്ടിട്ട് അത് അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചത് കൊണ്ടാണ് അത് അതിന്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങി വളർന്നു വലുതായത്. അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചത് കൊണ്ടാണ് അതിനകത്ത് പച്ചമുളകോ തക്കാളിയോ വഴുതിനോ വെണ്ടയ്ക്കയോ ഒക്കെ ഉണ്ടായത്. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കാന്ന് വെച്ചോ, എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം അല്ലെ നമുക്ക്. ചിലതിന് 10, 15, 20, 25 ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. ഒരു സാമ്പാർ ഉണ്ടാക്കാന്ന് വെച്ചോ, പല വെറൈറ്റി പച്ചക്കറികൾ അതിനകത്ത് നമ്മൾ ഇടൂല്ലേ. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് ഒരു 5-6 ടൈപ്പ് പച്ചക്കറി തന്നെ അതിനകത്ത് വേണം. എപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ, ഈ വെണ്ടക്ക അല്ലെ, ഇതാ മണ്ണില് ആരോ വിത്തിട്ടിട്ട് അതിങ്ങനെ ചെടിയായിട്ട് വളർന്നിട്ട് അതിന് കായുണ്ടായി, അത് മൂത്ത് അവര് പറിച്ച് അങ്ങനെയാണ് അത് നമ്മളിലേക്ക് എത്തിയത്. സുബ്ഹാനല്ലാഹ്. പകരം നമ്മൾ എന്താ വിചാരിക്കുക, അതോ മൂപ്പരോട് ഞാൻ പച്ചക്കായും കൂടെ വാങ്ങാൻ പറഞ്ഞേനെ, അതും കൂടെ ഇട്ടിനെങ്കിൽ സാമ്പാർ നന്നാവേനോന്നല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. സാമ്പാർ വിട്ടക്ക, നമ്മളൊരു ബീഫ് ബിരിയാണി വിചാരിക്കുക അല്ലെ. നമ്മൾ ഈ കഴിക്കുന്ന ബീഫ് ബിരിയാണിക്ക്, ഈ ബീഫിന്, ഈ പോത്തോ മൂരിയോ എന്തെങ്കിലും ആവട്ടെ, അതിന് ഈ ഇറച്ചി ഉണ്ടായത് അത് എന്താണ്, പുല്ലും അല്ലെ. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ കിട്ടിയിട്ടാണ്, അതൊക്കെ കഴിച്ചിട്ടാണ്. ഈവൻ ആ പുല്ലും അള്ളാഹു സുബ്ഹാനഹു തആല മഴ വർഷിപ്പിച്ച് ഭൂമി നനച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്നതുകൊണ്ടാണ്. ആ പശു ആ ഒരു ഭൂമിയിൽ എന്താണ്, ആ ഒരു മണ്ണില് മേഞ്ഞത് കൊണ്ടാണ്. പകരം നമ്മൾ എന്താ വിചാരിക്കുക, ഈസ്റ്റേൺ മസാല വാങ്ങാൻ മൂപ്പരോട് ഞാൻ പറഞ്ഞത്, മൂപ്പർ എന്നിട്ട് എന്തോ ഒരു മസാല വാങ്ങിക്കൊണ്ടെന്നാണ്, അതാണ് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവേനു അല്ലേ. ഇതുകൊണ്ടാണ് നമ്മൾ നന്ദി കെട്ടവരാണെന്ന് പറയുന്നത്. നമ്മൾ ഓരോ സാധനവും ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ നമ്മളെന്നാ പറയുന്ന കേട്ടോ, ഞാനും നിങ്ങളും നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഓരോ ആയത്തിനും എത്ര 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 ആഴമാണല്ലേ. സുബ്ഹാനല്ലാഹ്. സൂറത്ത് അബസയില് 24 മുതൽ 32 വരെയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഫലിയൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹ്. എന്നാ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. അവൻ കഴിക്കുന്ന ഭക്ഷണം കാണണം അല്ലെ, അതിലേക്ക് നോക്കണം, എന്നിട്ട് ചിന്തിക്കണം. ഇന്ന് പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുമ്പോൾ വേഗം ചെന്നിരുന്ന പാത്രത്തിൽ നിന്ന് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങാണ്ട് അതിനകത്തുള്ള ഓരോ സാധനങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ചിന്തിച്ച് നോക്കാം. ചിന്തിച്ച് നോക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല, നമുക്ക് ചിന്തിച്ച് നോക്കണം. എങ്ങനെയാണ് അത് നമ്മളിലേക്ക് എത്തിയത്? അന്ന സ്വബബനൽ മാഅ സ്വബ്ബ. നാം ശക്തമായി മഴവെള്ളം ചൊരിഞ്ഞു കൊടുത്തു അല്ലെ. അങ്ങനെ മഴ വന്നത് കൊണ്ട് എന്താക്കി, സുമ്മ ശഖഖനൽ അർദ ശഖ. ഭക്ഷണം കാണുമ്പോൾ അള്ളാഹു ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഭൂമിയെ ഞാൻ ഒരു പിളർത്തൽ പിളർത്തി അല്ലെ.
ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അങ്ങനെ അതിൽ നിന്ന് ഞാൻ ധാന്യത്തെ മുളപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ കാണുന്ന അരി, നമ്മൾ ഈ വെക്കുന്ന ചോറ് അല്ലേ, അല്ലെങ്കിൽ വേഗം കൂട്ടാനും പറഞ്ഞ് പച്ചക്കറി ഇട്ട് ഉരുട്ടി രണ്ട് വർത്താനവും പറഞ്ഞ് അതിനകത്ത് ഇല്ലാത്ത എന്തെങ്കിലും പരാതിയും പറഞ്ഞ് തിന്നുന്നതിന് പകരം ഇത് എവിടുന്ന് വന്ന്, ആ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറക്കിയത് കൊണ്ട്, ആ ഭൂമിയിൽ നിന്ന് അത് പുറത്തേക്ക് വന്നത് കൊണ്ട്. വഇനബൻ വഖദ്ബ, മുന്തിരിയും പച്ചക്കറികളും അല്ലേ, ഫ്രൂട്ട്സ് പച്ചക്കറി എന്താണെങ്കിലും. വസൈത്തൂനം വനഖ്ല, ഒലീവും ഈത്തപ്പനയും. വഹദായിക ഗുൽബ, ഇടതൂർന്ന തോട്ടങ്ങളും. വഫാകിഹതം വഅബ്ബ, പഴവർഗ്ഗങ്ങളും പുല്ലും. മതാഅൻ ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട് അല്ലേ. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ബീഫ് ബിരിയാണി, ആ പുല്ല് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആ ബീഫിനും മട്ടനും ഒന്നും കിട്ടൂലായിരുന്നു. ഇല്ലെങ്കിൽ അതൊന്നും നമ്മുടെ വീട്ടിലെ അടുക്കള എന്താണ് നോൺ സ്റ്റിക്കിന്റെ പാനിൽ ബിരിയാണി ആയിട്ട് ഉണ്ടാവില്ലായിരുന്നു. ആ പുല്ല് എവിടെ നിന്ന് വന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു. എങ്ങനെ മുളപ്പിച്ചു? ആകാശത്ത് നിന്ന് മഴ പെയ്തിട്ട്. وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم. നമ്മൾ ഒരുപാട് കഴിക്കും അല്ലേ, കണക്കില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കും, പക്ഷേ നമ്മൾ ചിന്തിക്കൂല എങ്ങനെ തന്നോ, ആര് തന്നോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണിത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ നന്ദിയുള്ളവരാണോ അല്ലേ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര ഇബാദത്തായിരിക്കും. നമ്മൾ വേഗം ബിസ്മി ചൊല്ലും, വലത് കൈ കൊണ്ട് കഴിക്കും, ഇരിക്കും, കഴിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു വെച്ച എന്തോ ഒരു ദുആ ചൊല്ലും. പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് പോവാറില്ല, തട്ടാറില്ല അല്ലെ. ഇനി നമ്മൾ കാണുന്ന വേറൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് വിശ്വാസികളോ അവിശ്വാസികളോ അള്ളാഹു വേർതിരിച്ചിട്ടില്ല. അനുസരണയുള്ളവരോ അനുസരണ ഇല്ലാത്തവരോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, അവൻ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ഭക്ഷണം തരുന്നവൻ, റിസ്ക് തരുന്നവൻ. അതുകൊണ്ട് ഫലാ തജ്അലൂ, നിങ്ങൾ എല്ലാവരോടും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ത്, അവന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നമ്മൾ ആരാധിക്കുക. ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമാണ്. അവൻ മാത്രമാണ് എന്ത്, ഖാലിഖ്. അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും, അവന്റെ ലെവലില് ആരുമില്ല. നമുക്ക് അത്രയും അധികം ഇഹ്സാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടല്ലേ, നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ആവില്ലായിരുന്നു. നമുക്ക് റിസ്ക് തന്നിട്ടുണ്ട്, അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു ഭൂമിയില്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ഇത്രയും വെറൈറ്റി തന്നിട്ടില്ലായിരുന്നെങ്കിൽ അല്ലേ നമുക്ക് ഒരു ഹാപ്പിനെസ്, നമ്മളെ സന്തോഷം എന്ന് പറയുന്നത് ഫുഡാണ് നമുക്കൊക്കെ അല്ലേ. അപ്പൊ അത് വെറൈറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോർഡം ആയിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത ഇഹ്സാനാണ് നമുക്ക് തന്നിട്ടുള്ളത്. വേറെ ഒരാളും നമ്മളെ സ്നേഹിക്കുന്നത് പോലെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നത്. വേറെ ഒരാളും നമ്മളെ കെയർ ചെയ്യുന്നത് പോലെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കെയർ ചെയ്യുന്നത്. ഒരാളും നമുക്ക് ഇത്രയും ഒരു കാര്യങ്ങളും ആർക്കും തരാൻ പറ്റൂല. ഇനി അഥവാ ആരെങ്കിലും തരണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കണം. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേ, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ, ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. ഇതിനൊക്കെ പുറമെ എന്താണ്, വേറെ ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു അല്ലേ. ഈ ആയത്തില് അല്ലദീ ജഅല ലക്കും റിസ്ഖൻ ലക്കും അല്ലേ, ആദ്യം യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് മാത്രമാണ് അതൊക്കെ തന്നത് അല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി, നിങ്ങൾക്ക് വേണ്ടി റിസ്ക് തന്നു. അപ്പം ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള, ഭൂമിയിലും ആകാശത്തിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളെക്കാളും അല്ലാഹു ഇതൊക്കെ തന്നിട്ടുള്ളത് ആർക്ക് വേണ്ടിയാ? യാ അയ്യുഹന്നാസ്, നിങ്ങൾക്ക് വേണ്ടി, മനുഷ്യന്മാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെ. പ്രിഫേർഡ് ക്രീച്ചേഴ്സാണ് നമ്മൾ, അള്ളാഹുവിന് പ്രത്യേക ഇഷ്ടമുള്ള അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അങ്ങനെ തെരഞ്ഞെടുക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചും കൊടുക്കണ്ടേ അത്. അതിന്റെ ഒരു തുള്ളിയെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് കിട്ടിയ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ബോഡിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന കുടുംബമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്ന ഭൂമി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിക്കാൻ വേണ്ടി തന്ന ഭക്ഷണം, നമുക്ക് ശ്വസിക്കാൻ വേണ്ടി തന്ന എയർ, നമുക്ക് കുടിക്കാൻ വേണ്ടി തന്ന വെള്ളം, ഇതൊക്കെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും ആകുമായിരുന്നില്ല. നമുക്കറിയാലോ ഇന്ന് ഗാസയിൽ എന്താ നടക്കുന്നത്, പലസ്തീനിൽ എന്താ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തടഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒന്നും എത്തൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള എല്ലാം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് തന്ന എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളത്. നമ്മളുടെ ജീവിതം ആർക്ക് വേണ്ടി ആയിരിക്കണം? നമ്മളെ ഫോക്കസ് എവിടെയായിരിക്കണം? അള്ളാഹുവില്. നമ്മളുടെ പ്രയത്നങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. നമ്മള് അധ്വാനം എങ്ങോട്ടായിരിക്കണം? അള്ളാഹുവിലേക്ക്. അള്ളാഹുവിന്റെ ഇഹ്സാൻ നമുക്ക് എണ്ണാൻ പറ്റൂല. അള്ളാഹു നമ്മളുടെ ഇബാദത്ത് അർഹിക്കുന്നുണ്ട്, വേറെ ആരും അത് അർഹിക്കുന്നുമില്ല. അവൻ നമ്മളോട് ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉഅ്ബുദൂ റബ്ബക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്ന വേണം. നമുക്കൊരു ചോയ്സ് ഇല്ല. ഒരു കമാൻഡ് ആണ്. ഒരു മാസ്റ്ററിന്, ഒരു അബ്ദിന്, ഒരു സെർവന്റിനോട് അല്ലെങ്കിൽ ഒരു അടിമയോട് പറയുന്ന കമാൻഡ് ആണ്. നമ്മൾ ആരോ ഓൺ ചെയ്തിരിക്കുക അല്ലേ? നമ്മളുടെ ഓണറാണ്, മാലിക്കാണ് റബ്ബ്. ഓണർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടിമയ്ക്ക് പിന്നെ ഒരു ചോയ്സ് ഇല്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണം. അള്ളാഹുവിന്റെ ഭൂമി തന്നെ ഉപയോഗിച്ച് അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ട. അള്ളാഹു ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ വല്ലാണ്ട് അങ്ങ് ഇൻവോൾവ് ആയിട്ട് അള്ളാഹുവിനെ മറക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല പല ഡിസ്ട്രാക്ഷൻസും നമുക്ക് തന്നു നോക്കും, പല വിഷമങ്ങളും നമുക്ക് തന്നു നോക്കും. ഈ ഭൂമിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ്, ഇവിടുത്തെ ജീവിതമാണ് ഇമ്പോർട്ടന്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് വിഷമിച്ചും അതിനെക്കുറിച്ച് ആലോചിച്ചും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്ക് അള്ളാഹുവിനെ മറന്നു പോയേക്കാവുന്ന രീതിയിൽ പലതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു നോക്കും. അപ്പോഴൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുക. എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് ഉണ്ടെന്ന് വെക്കുക ഭൂമിയിൽ, നമ്മളെ മക്കളായിട്ടോ നമ്മളുടെ ഇണകളായിട്ടോ നമ്മളുടെ കുടുംബമായിട്ടോ നമ്മളുടെ ആരോഗ്യമായിട്ടോ എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് ഭൂമിയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ വിഷമത്തിനെ കുറിച്ച് എന്താവും അല്ലാ അതങ്ങനെ ആയി പോവോ, അതിങ്ങനെ ആയി പോവോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊന്ന് നമ്മളോട് ചോദിക്കുക, ഞാൻ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? അള്ളാഹു എനിക്ക് ജീവിക്കാൻ തന്നിട്ടുള്ള ഈ ഭൂമിയും അള്ളാഹു എനിക്ക് സന്തോഷിക്കാൻ തന്നിട്ടുള്ള ഈ കുടുംബവും ഇതാണ് എൻ്റെ എല്ലാം എന്ന് വിചാരിച്ച് ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മറന്നു പോയിട്ട് ഞാൻ അതൊക്കെ ഉപയോഗിച്ചിട്ട്, അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയാണോ? ആണെങ്കിൽ സ്വിച്ച് വേറെ തിരിക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ, റബ്ബ് തന്നത് റബ്ബ് നോക്കിക്കോളും, റബ്ബ് തന്ന പ്രയാസങ്ങൾ റബ്ബ് നീക്കിക്കോളും. എൻ്റെ ഡ്യൂട്ടി റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മക്കളെ ആണെങ്കിലും എന്താണെങ്കിലും അത് ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക. ചില സമയത്ത് നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയൂല ചില പ്രശ്നങ്ങളിൽ. അപ്പൊ തവക്കുൽ ചെയ്യൽ അള്ളാഹുലേക്ക് അടുക്കലാണ്. തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോവാ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോവാ. നമുക്ക് ഈ പ്രയാസം തന്നല്ലോ, അൽഹംദുലില്ലാ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു അവസരം എനിക്ക് തന്നല്ലോ. ഇത് തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ ഒരു ചാൻസിൽ അള്ളാഹുവിനോട് അടുക്കുമായിരുന്നു? അപ്പൊ അള്ളാഹു നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഭൂമിയിൽ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ കണ്ടിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ളത് മറന്ന് അള്ളാഹുവിനെ മറന്നു പോകുന്നവരാവരുത്. ഈ ഭൂമിയെ എന്താക്കുക? അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഈ ഭൂമിയിലുള്ള നമുക്ക് അള്ളാഹു തന്ന ഓരോന്നും ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ഓരോന്നും, ഓരോ സാധനങ്ങളും, ഓരോ മനുഷ്യരും, ഓരോ ബന്ധങ്ങളും, ഓരോ അനുഭവങ്ങളും, ഓരോരുത്തർ പറയുന്ന വാക്കുകളും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം. നമുക്ക് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, കുഴപ്പമില്ല, ഞാൻ ഇത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. ഒരു ചാൻസ് എക്സ്ട്രാ കിട്ടി എനിക്കില്ലേ? അതന്ന് ആ ആള് നമ്മളോട് ആ മോശപ്പെട്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അശ്രദ്ധയിലായി ആ ഒരു സമയം നമുക്ക് മിസ്സായി പോയേനെ. നമ്മൾ വല്ല കളിച്ചും ചിരിച്ചും നടന്നെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ലെന്ന്. പക്ഷെ അയാൾ അത് പറഞ്ഞത് കൊണ്ട്, നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അത് ക്ഷമിച്ചത് കൊണ്ട് ആ സമയം കൂടെ എനിക്ക് എന്തായി? അള്ളാഹുവിന്റെ തൃപ്തിയായി, അള്ളാഹുവിലേക്ക് ഒരുപടി അടുക്കാനുള്ളതായി. എന്ത് പ്രയാസം കൊണ്ടുവരുമ്പോഴും യെസ്, ഇതെനിക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ളതാണ്. എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ഭൂമിയെ അടിച്ചു പൊളിച്ച് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ? ഭൂമി ഉപയോഗിച്ച്, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോ ബ്യൂട്ടി കാണുമ്പോഴും, നമ്മൾ വെറുതെ ഒന്ന് ട്രാവൽ ചെയ്യുമ്പോൾ, ഒരു കാറിൽ പോകുമ്പോൾ, പുറത്തേക്ക് നോക്കുമ്പോൾ അല്ലെ, കാണുന്ന ഓരോന്നും ഒന്നും വേണ്ട. ഒരു കുഞ്ഞി ഷോപ്പ് കാണാന്ന് വെച്ചോ, ഒരു ഹാർഡ്വെയർ ഷോപ്പ് കാണാന്ന് വെച്ചോ,
ഒന്ന് ചിന്തിച്ചു നോക്കും, ഒരു 100 കൊല്ലത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ഹാർഡ്വെയർ ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ റബ്ബ് ആളുകൾക്ക് ഓരോരുത്തർക്കും ഓക്കെ അവർക്ക് കുറച്ച് സ്ക്രൂ വേണം, അല്ലെങ്കിൽ കുറച്ച് പൈപ്പ് വേണം, അങ്ങനെ അതിനുള്ള അങ്ങനെ പ്രശ്നങ്ങൾ കൊടുത്തപ്പോൾ ആൾക്കാർ ചിന്തിച്ചു ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പൊ റബ്ബ് തന്നെ അവരുടെ ബുദ്ധിയിൽ ഇട്ട് കൊടുത്തു, ഓക്കെ ഈ പൈപ്പ് വെച്ചാൽ ഈ പ്രശ്നം തീരും. അപ്പൊ അവർ പൈപ്പിന്റെ കാര്യം ചിന്തിക്കാൻ തുടങ്ങി, അങ്ങനെ പൈപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവിന്റെ കാര്യം ചിന്തിക്കാൻ തുടങ്ങി, അങ്ങനെ സ്ക്രൂ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആവശ്യങ്ങൾ കൊടുത്ത് പ്രശ്നങ്ങൾ കൊടുത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഹിക്മത്ത് കൊടുത്ത് അതിന് പുതിയൊരു സാധനം മാനുഫാക്ചർ ചെയ്ത് അതിന് അങ്ങനെ ആ ഓരോ കാറ്റഗറിക്കും ഓരോ ഷോപ്പുകൾ ഉണ്ടാക്കി, ആ ഷോപ്പ് ഓരോരുത്തർക്ക് വരുമാന മാർഗമാക്കി അല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മൾ വെറുതെ റോട്ടിൽ കൂടെ ഒന്ന് പോകുമ്പോ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കാനുള്ളതാണ്. അതാണ് അള്ളാഹുവിന്റെ ദിക്ർ. ശരിക്കും നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിന്റെ ബാക്കിൽ ആലോചിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് 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 പറയലല്ല ദിക്ർ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് അതിന് പോലും നമുക്ക് പ്രതിഫലം തരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ഭൂമിയിൽ വെറുതെ നമ്മളൊന്ന് ഇറങ്ങി നടക്കുമ്പോ വേണ്ട, നമ്മള് വീട്ടിലെ കട്ടിലിന്റെ മേലെ മലന്ന് കിടക്കുമ്പോ മേലെയുള്ള ഫാന്, സുബ്ഹാനല്ലാഹ്, 100 കൊല്ലം മുമ്പ് 200 കൊല്ലം മുമ്പ് ഒരു പക്ഷേ ഫാൻ ഉണ്ടായിട്ടില്ലായിരിക്കാം അല്ലെ, എവിടെയൊന്നും അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ലായിരിക്കാം. ആ പ്രശ്നം അള്ളാഹ് കൊടുത്തു, അതിനുള്ള സൊല്യൂഷൻ അള്ളാഹ് കൊടുത്തു. ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് ആരൊക്കെയോ പ്രയത്നിച്ചതിന്റെ പേരിൽ നമുക്ക് ഫാനിന്റെ കാറ്റുകൊണ്ട് കിടക്കാൻ പറ്റുന്നു. അള്ളാഹുവിന്റെ കാരുണ്യമാണ് നമ്മളുടെ ചുറ്റുപാടുള്ളതെല്ലാം. അള്ളാഹു ഈ ഭൂമിനെ ഡെവലപ്പ് ചെയ്ത് എവിടെയോ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഓരോ ഡെവലപ്മെന്റും നമുക്ക് ഇവിടെ സുഖിച്ച് ആർമാദിച്ച് അള്ളാഹിനെ മറക്കാനുള്ളതല്ല. ഈ ഓരോ ഡെവലപ്മെന്റും നമുക്ക് കിട്ടുന്ന ഓരോ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമ്മൾ ഓടി 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 അടുക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഓർക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ പവറിനെ കുറിച്ച് ഓർക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ ഔദാര്യത്തിനെ കുറിച്ച് ഓർക്കാനുള്ളതാണ്. നമുക്കൊരു എന്തോ ഒരു ഫുഡ് തരാന്ന് വെച്ചോ, ഒരു ടേസ്റ്റും ഇല്ലാണ്ട് അല്ലെ, ഒരു കുറച്ച് ചോറും ഒരു പരിപ്പിന്റെ കറിയും അതേ ഉള്ളൂ നമുക്ക് കഴിക്കാന്ന് വിചാരിച്ചോക്ക്. ഓ, നമ്മളെയൊക്കെ ജീവിതം ആകെ വഴിമുട്ടി പോലെ. നമ്മളുടെയൊക്കെ എന്റർടൈൻമെന്റ് ഫുഡാ. സുബ്ഹാനല്ലാഹ്. ഫുഡിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പിന്നെയുള്ള ആയത്തുകളിൽ വരാം. അപ്പൊ അള്ളാഹു നമുക്ക് എത്ര വെറൈറ്റി ഫുഡുകളാ തന്നിട്ടുള്ളത്, എത്ര വെറൈറ്റി ടേസ്റ്റുകളാ തന്നിട്ടുള്ളത് അല്ലെ. നമ്മൾ വെറുതെ നമ്മൾ കിച്ചൺ കബോർഡ് ഒന്ന് തുറന്നോ അല്ലെ, എന്താണ് പെരുംജീരകത്തിന് ഒരു ടേസ്റ്റ്, നല്ല ജീരകത്തിന് വേറൊരു ടേസ്റ്റ്, മല്ലിക്ക് വേറൊരു ടേസ്റ്റ്, കുരുമുളകിന് വേറൊരു ടേസ്റ്റ് അല്ലെ. ഈ ഓരോ സാധനം കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇട്ടുണ്ടാക്കി കറീന്റെ കാര്യമായിട്ട് പറയുകയും വേണ്ട. ഈ ഓരോ സാധനത്തിന്റെ ഷേപ്പ് നമ്മളൊക്കെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത്ര വെറൈറ്റി ഷേപ്പിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ ഓരോ സാധനത്തിന്റെ മണം, ഈ പറഞ്ഞ എല്ലാം നമ്മളെ കണ്ണ് കെട്ടി നമ്മളെ മൂക്കിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മണം കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇതിന് ഓരോ കുഞ്ഞി കുഞ്ഞി സാധനത്തിനും വേറെ വേറെ മണം കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഡിസൈനിങ് അല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാരുണ്യം നമ്മളോട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇബാദത്ത് അവൻ അർഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവൻ മാത്രമാണ് അർഹിക്കുന്നത് മാത്രമല്ല, നമ്മളുടെ ഇബാദത്ത് മാത്രമേ അർഹിക്കുന്നുള്ളൂ. നമ്മളുടെ അശ്രദ്ധ റബ്ബ് അർഹിക്കുന്നില്ല, നമ്മളുടെ മറവി റബ്ബ് അർഹിക്കുന്നില്ല, നമ്മളുടെ നന്ദികേട് റബ്ബ് അർഹിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ നമസ്കാരങ്ങൾ, നമ്മളുടെ സുജൂദുകൾ അള്ളാഹു അർഹിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഓരോ വെറൈറ്റി ഫ്രൂട്ട്സ്, ഓരോ വെറൈറ്റി പച്ചക്കറികള് അല്ലെ, അതും ഇതൊക്കെ എന്തിനാ? നമ്മൾ ഈ ഒരു കുഞ്ഞു നാവ് അല്ലെ, നാവിന്റെ ഒരു ടേസ്റ്റിന്. കാരണം വയറിനകത്തേക്ക് മൂപ്പർക്ക് വിശപ്പ് കേട്ടാൽ മാത്രം മതി, മൂപ്പർക്ക് എന്ത് കിട്ടിയാലും ഓക്കെയാണ്, മോശമല്ലാത്ത എന്ത് ഭക്ഷണം കിട്ടിയാലും മൂപ്പര് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു കുഞ്ഞു നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റബ്ബ് ഈ പറഞ്ഞ എല്ലാ ടേസ്റ്റുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത്രയും വെറൈറ്റി വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഹ്സാൻ ചെയ്യുമ്പോൾ നമ്മള് ഇബാദത്തേ ചെയ്യേണ്ടതുള്ളൂ, ഇബാദത്തേ ചെയ്യാൻ പാടുള്ളൂ. ഒന്നും ഈ ഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന ഒന്നിനെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട. ഭൂമിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്നതെല്ലാം എന്തിനുള്ളതാണ്? നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആവോ എന്ന് നോക്കാൻ വേണ്ടി റബ്ബ് തന്നിട്ടുള്ളതാണ്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവൂല. ഞാൻ എൻ്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കൂല. ഞാൻ അൽഹംദുലില്ലാ അതുപയോഗിച്ച് റബ്ബിലേക്ക് അടുക്കും. എനിക്കൊരു പ്രശ്നം തന്നിട്ടുണ്ട്, എന്റെ റബ്ബ് തന്നല്ലേ, റബ്ബിൽ തവക്കുൽ ചെയ്യുന്നു, റബ്ബ് നോക്കിക്കോളും, ഞാൻ ഇബാദത്ത് ചെയ്ത് മുന്നോട്ട് പോട്ടെ. ആ തവക്കുൽ ഇബാദത്താണ്, അതിനു വേണ്ടിയുള്ള ചിന്ത ഇബാദത്താണ്. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കാന്നല്ലാത്ത ഒരു ഓപ്ഷനേ നമ്മളെ മുമ്പിലില്ല, അള്ളാഹുവിനെ അനുസരിക്കാന്നല്ലാത്ത ഒരു ഓപ്ഷനേ നമ്മളുടെ മുമ്പിലില്ല. അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നന്ദികെട്ടവരാണ്. നമ്മളെ മക്കളെ കൊണ്ട് പറയില്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ടും യാതൊരു കൂസലും ഇല്ല, എന്തൊക്കെ സൗകര്യങ്ങളാ ഒരുക്കി കൊടുക്കുന്നേ, എന്നിട്ട് ഓള് പഠിക്കുന്നോ അല്ലെ.
നമുക്ക് റബ്ബ് ഒരുക്കി തന്ന സൗകര്യത്തിനെ വെച്ച് നോക്കുമ്പോൾ ആ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന എന്തോ നക്കാപ്പിച്ചാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്. മക്കൾ നന്ദികേട് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര നന്ദികെട്ടവരാണ്. നമ്മൾ ആ നന്ദികേട് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതിന്റെ ചെറിയൊരു അംശം അവർ ചെയ്യുന്ന അത്രേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം അല്ലെ. ഒരുപാട് ചിന്തിക്കാനുണ്ട്, നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളുടെ ഓരോ നിമിഷവും ഇബാദത്താക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ റബ്ബി അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. റബ്ബി അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. റബ്ബി അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. റബ്ബേ, പലസ്തീനിലെ ജനത അവർ കടന്നു പോകുന്ന പരീക്ഷണങ്ങൾ റബ്ബേ നീ കാണുന്നുണ്ടല്ലോ. അവർക്ക് എല്ലാവർക്കും നീ എളുപ്പം കൊടുക്ക റബ്ബേ. അവർക്ക് നിന്റെ സംരക്ഷണം ഇറക്ക് റബ്ബേ. നിന്റെ കാരുണ്യം നീ ഭൂമിയിലേക്ക് ഇറക്ക് റബ്ബേ. അവർക്കൊരു പരിഹാരം നീ ഇറക്കി കൊടുക്ക റബ്ബേ. അവർക്ക് ക്ഷമ എളുപ്പമാക്കി കൊടുക്ക റബ്ബേ. അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്ക റബ്ബേ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.